അറിയിക്കണമെന്ന് അറിയിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا. صدق الله مولانا العلي العظيم. ജാമിയ ദാറുസ്സലാമിന്റെ മഹാസമ്മേളനത്തിന്റെ സമാപന നഗരിയിൽ സന്നിഹിതരായ വേദിയിലെ അനുഗ്രഹീതരായ പണ്ഡിത മഹത്തുക്കൾ, സ്ഥാപനത്തിന്റെ ബഹുമാന്യരായ ഭാരവാഹികൾ, അനുഗ്രഹീതമായ മജ്ലിസിൽ സാക്ഷികളാകാൻ ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട പണ്ഡിത നേതാക്കൾ, പണ്ഡിത വിദ്യാർത്ഥികൾ, കാരണവർ, യുവാക്കൾ, സഹോദരന്മാർ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയും വികാസവും പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണെന്ന് മനസ്സിലാക്കിയ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ജാമിയ ദാറുസ്സലാമിന്റെ സ്ഥാനവും അതിന്റെ പ്രത്യേകതയുമൊന്നും സവിസ്തരം പ്രതിപാദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഇതേക്കുറിച്ച് ബോധവാന്മാരായ തലമുറക്ക് മുമ്പിലും ഇവിടുത്തെ പഠിതാക്കൾക്ക് മുമ്പിലും പുറത്തുവരുന്ന പണ്ഡിതന്മാർക്ക് മുമ്പിലുമാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്നെനിക്കറിയാം. മതിയാവോളം അതേക്കുറിച്ചുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളിൽ നിന്നും ഈ സദസ്സിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ പണ്ഡിത വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ലഭ്യമായി കഴിയും. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് പള്ളി ദർസും അതിന്റെ ഉപരിഘടകമാകുന്ന നമ്മുടെ അറബി കോളേജുകൾ. കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയത് കേരളീയ സമൂഹത്തിന്റെ പഠനത്തിന്റെ ഏറ്റവും ആഴം കണ്ട പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് ചെയ്ത സേവന പ്രക്രിയയാണ് എന്ന് ചരിത്രം വളരെ വ്യക്തമായി വിലയിരുത്തും. ഇന്ത്യയിലേക്ക് കടന്നുവന്ന പ്രഗത്ഭരായ ചിന്തകന്മാരും ബുദ്ധിജീവികളുമൊക്കെ ഈ മതപഠനമാണ് കേരളത്തിന്റെ മാറ്റത്തിന്റെ നിദാനമെന്ന് പറയുകയും അത് എഴുതിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ പ്രധാനിയാണ് മൊറോക്കോയിൽ നിന്ന് കടന്നുവന്ന ഇബ്നു ബത്തൂത്ത. അയാൾ മൊറോക്കോയിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് ഇന്നയാൾ മൊറോക്കോയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അയാൾ ഇന്ത്യയിൽ വന്നപ്പോൾ കേരളത്തിൽ വന്ന് തന്റെ സഞ്ചാരമധ്യേ പറഞ്ഞു, മുതഅല്ലിമീങ്ങളെ കണ്ടു. അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി മംഗലാപുരത്തും ഏഴിമലയിലുമൊക്കെ മുതഅല്ലിമീങ്ങളെ കണ്ട കഥ പറയുന്നുണ്ട്. അവരോടൊപ്പം ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ച കഥ അയവിറക്കുന്നുണ്ട് ഇബ്നു ബത്തൂത്ത. സർ വെല്യലോകൻ തന്റെ മലബാർമാനിൽ എഴുതിയ അതേ ആവേശത്തോടുകൂടി തന്നെ അതിൽ പള്ളി ദർസുകളെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് പൊന്നാനിയിലെ പള്ളി ദർസുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരള മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച സുപ്രധാന ഘടകം നമ്മുടെ ഈ പള്ളി ദർസുകൾ തന്നെ. ദീനിന്റെ അടിത്തറ അതാണ്. ഈ അസാസുദ്ദീൻ എന്ന് പറയുന്നത് പള്ളി ദർസുകളും അതിന്റെ ഉപരിഘടകമായി ഇൽമു പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളും തന്നെ. ഇതിലൂടെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റെവിടെയുമില്ലാത്തൊരു ആദർശ വിപ്ലവം, ഒരു സാംസ്കാരിക നവോത്ഥാനം നമ്മുടെ ഈ കൊച്ചു കൈരളിക്ക് ലഭ്യമായത് എന്ന് ആധുനികരും പ്രാചീനരുമായ മുഴുവൻ പണ്ഡിതന്മാരും പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് ഭാഗ്യം നൽകുമ്പോൾ അവന് ഇൽമ നൽകുന്നു. ആ ഇൽമിലൂടെ അവൻ സമൂഹത്തെ തന്നിലേക്ക് ആകർഷിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മസാഫത്തുൽ അദ്വയിൽ രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം തിരിച്ചെത്താവുന്ന ഒരു ദൂരപരിധിക്കുള്ളിൽ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പണ്ഡിതൻ, അത് കേരളത്തിന്റെ സവിശേഷതയും കേരളത്തിന്റെ പ്രത്യേകതയുമായി നിലകൊണ്ടു. അതിനുവേണ്ടി പണം കൊടുക്കുവാനും അധ്വാനിക്കുവാനും കേരളത്തിലെ പൂർവ്വകാല മഹത്തുക്കൾ മുൻപിൽ നിന്നു. അതുകൊണ്ട് തന്നെ കേരളം വികസിച്ചു. നമുക്കിന്ന് പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം അതാണ്, ഈ ഇൽമിന്റെ സന്ദേശം. ആധുനിക കവികൾ പോലും അതേക്കുറിച്ച് പറഞ്ഞ വാചകം അസാസു ഇൽമിദ്ദീൻ ദർസുൽ മസ്ജിദ്. അസാസു ഇൽമുദ്ദീൻ ദർസുൽ മസ്ജിദാണ്, പള്ളി ദർസാണ് ഈ ദീനിന്റെ അടിത്തറ. മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു. ആ വാചകത്തിൽ തന്നെ ഉല്ലേഖിതമാണ് ഇതിന്റെ മുഴുവൻ വചനങ്ങളും.
ഈ ലോകത്തിന്റെ പുരോഗതിക്ക് നിദാനശാസ്ത്രമായ ഒരു കാര്യമാണല്ലോ ആ പറഞ്ഞത്. ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന പള്ളികളിലുള്ള ഈ ദർസുകളാണ് സമൂഹത്തിന്റെ വികസന പ്രക്രിയയിലെ അടിത്തറയായി പ്രവർത്തിച്ചത്. മിൻഹുത്തക്കത്തും, അതുകൊണ്ടാണ് സമൂഹത്തിന് വളർച്ചയും പുരോഗതിയും പൂർണ്ണതയും ഉണ്ടായ തക്കത്തും നമാ തമാം ഇതൊക്കെ നമുക്കുണ്ടായത് അതുകൊണ്ടാണ്. അത് ശരിക്കൊരു പൂർവിക സമൂഹത്തിന്റെ പിന്തുടർച്ചയാണ്. ഒരു സമൂഹത്തിന്റെ പിന്തുടർച്ചാവകാശം അവകാശപ്പെടാവുന്ന വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ പിന്തുടർച്ചാവകാശം അവകാശപ്പെടാവുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ. അതുതന്നെയാണ് ആധുനിക കവികൾ മനോഹരമായി എഴുതി വെച്ചത്. അഹ്ലുസുഫത്തിന്റെ പാരമ്പര്യം ഈ പള്ളി ദർശനുണ്ട്. ഈ ഇൽമ പകർന്നു കൊടുക്കുന്ന ഗുരുവര്യ മുഖത്ത് നിന്ന് കേട്ടുകൊണ്ട് അത് പഠിച്ച് സമൂഹത്തിന് സമർപ്പണം ചെയ്യുന്ന പണ്ഡിത വിദ്യാർത്ഥികൾ, ഈ സമൂഹത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അസ്ല് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ ശ്രമകരമായ പ്രവർത്തനം, ഈ ഡ്യൂട്ടി അത് ഏറ്റെടുക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ പണ്ഡിതന്മാരാണ്. ജനങ്ങൾക്ക് ദീനെന്തെന്ന് പറഞ്ഞു കൊടുക്കുന്ന, അതിന് കേൾപ്പുള്ള ഒരു സമൂഹം നഷ്ടപ്പെട്ടു പോകുമ്പോ പിന്നെ ഈ ഭൂമിയിൽ അല്ലാഹ് എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള ഒരുത്തനുമില്ലാതെ വരികയും കാലാന്ത്യം സംഭവിക്കുകയും ചെയ്യുമെന്ന പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കാലാന്ത്യം വരെ നിലനിർത്തേണ്ട ഒരു പ്രക്രിയയാണ് ഈ ദർസ് അഥവാ പള്ളി ദർസും അതിന്റെ ഉപരിഘടകമാകുന്ന അറബി കോളേജുകൾ. എന്റെ മുമ്പിൽ ഇവിടെ പുറത്തിറങ്ങുന്ന പ്രിയ പണ്ഡിതന്മാർ ഒരുപക്ഷെ പള്ളി ദർസുകൾക്ക് നേതൃത്വം കൊടുത്തു തുടങ്ങിയവരായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും മതസ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരായിരിക്കും. അറബി കോളേജാകട്ടെ, നമ്മുടെ ഉയർന്ന മദ്രസകളാകട്ടെ, അവിടെയൊക്കെ ഇന്ന് ഇത്തരം ദീൻ പഠിക്കാൻ കേൾപ്പും യോഗ്യതയുമുള്ള ആളുകൾ ആവശ്യമാണ്. സമൂഹം വികസിച്ചിരിക്കുന്ന വിദ്യാഭ്യാസപരമായി നോളജ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി വികസനത്തിന്റെ മൂർധന്യ ദശയിലാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, സമൂഹത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കൂ നിങ്ങൾ. ദഅവത്ത് പറയുന്ന മുഖ്യ ഘടകം തടയപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ലോകസമക്ഷം സമർപ്പിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ പേരിൽ. എന്തു ചെയ്യാൻ കഴിയും നമുക്ക്? ചിന്തനീയമായ ചർച്ചകൾ പങ്കുവെക്കേണ്ട സന്ദർഭത്തിലല്ലേ നമ്മളുള്ളത്? ഈ സമൂഹത്തിന്റെ വികസന പ്രക്രിയക്ക് പാരവെക്കുന്ന പ്രവർത്തനം നമ്മുടെ സമൂഹത്തിലെ ആളുകൾ തന്നെ ചെയ്യുന്ന പ്രവർത്തനം എന്തുമാത്രം അപകടകരമായി നമുക്ക് ബാധിക്കുന്നു. ഇപ്പൊ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചർച്ച, ഏത് പത്രമാധ്യമങ്ങൾ എടുത്താലും ഏത് വിഷ്വൽ മീഡിയകൾ എടുത്താലും ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം എന്ന് പറയുന്ന IS-നെ കുറിച്ചാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ISIS, അല്ലെങ്കിൽ ദായിഷ് എന്ന് പറയുന്ന അദ്ദൗല ഇസ്ലാമിയ ഫിൽ ഇറാഖി വശാം എന്ന് പേരിട്ടുള്ള ISIS. സത്യത്തിൽ ഇതിന്റെ പിറകിലുള്ളവരാരാ? ഏതാനും ദിവസവും പത്രത്തിൽ നിങ്ങൾ വായിച്ചു, ഇവർക്കുള്ള സോഴ്സ് അഥവാ ഇവരുടെ പണം എവിടുന്ന് വരുന്നു എന്ന് കണ്ടെത്തി അത് തടയാൻ UN സുരക്ഷാ കൗൺസിലിന്റെ ധനകാര്യമന്ത്രിമാരുടെ സിറ്റിംഗ് തീരുമാനിച്ചു. എവിടുന്നാണ് ഇവർക്ക് പണം കിട്ടുന്നത്? ആരാണ് ഇവരെ സമൂഹത്തിലേക്ക് ഇറക്കിവിടുന്നത്? ഒരിക്കലും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ അംഗീകരിക്കാത്ത ഒരു പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. IS-ന്റെ പ്രവർത്തനത്തെ ഒരിക്കലും ഇസ്ലാമിന്റെ മേൽ വെച്ച് കെട്ടാൻ കഴിയില്ല. IS-നെ നിലനിർത്തുന്നതിലും IS-നെ പുരോഗതിപ്പെടുത്തുന്നതിലും അവർക്ക് വേണ്ടവങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലും ആർക്കാണ് പങ്ക്? സത്യത്തിൽ എവിടെയും ഇസ്ലാമും മുസ്ലിമീങ്ങളും വഞ്ചിക്കപ്പെടുകയല്ലേ ശരിക്കും ചെയ്യുന്നത്? ദഅവത്ത് തടയാൻ വേണ്ടി ലോകത്ത് ഇത്തരം ഒരു കൂട്ടരെ പോറ്റി വളർത്തുന്നവരാ? സത്യത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, അവര് പിടിച്ചടക്കി വെച്ചിരിക്കുന്ന സിറിയൻ പ്രദേശത്തെ 60% എണ്ണപ്പാടങ്ങളും അവരുടെ കയ്യിലാണ്. ഈ 60% പുറമെ ഇറാഖിലെ 7 പ്രധാന എണ്ണ ഉൽപാദന യൂണിറ്റുകൾ ISIS-ന്റെ കയ്യിലാണ്. ഈ IS-ന്റെ കയ്യിലുള്ള ഈ എണ്ണപ്പാടത്തു നിന്നും കരിഞ്ചന്തക്ക് എണ്ണ വാങ്ങുന്ന ആളാരാ? അതിന്റെ ഉപഭോക്താവാരാണ്? IS-ന്റെ കയ്യിൽ നിന്നും പണം കൊടുത്ത മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നു അമേരിക്ക, റഷ്യ വാങ്ങുന്നു, അതുപോലെ തന്നെ ഇംഗ്ലണ്ടും വാങ്ങുന്നു, US-ഉം UK-യും അതുപോലെ തന്നെ റഷ്യയും ഒക്കെ അവരെ കയ്യിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഈ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ പണം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ഈ രീതിയിൽ മാർക്കറ്റ് വിലയിൽ കുറച്ച് എണ്ണ കിട്ടുമെന്ന് കരുതിക്കൊണ്ട് IS-നെ പ്രോത്സാഹിപ്പിക്കുന്നവർ, ഞാൻ ചോദിക്കട്ടെ, ഇറാഖിൽ അധിനിവേശം നടത്തിക്കൊണ്ട് നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം സദ്ദാം ഹുസൈനെ നശിപ്പിക്കാൻ കഴിഞ്ഞ അമേരിക്ക അതിനുവേണ്ട എല്ലാ ഹുങ്കും കാണിച്ചു വരും, അതിനുവേണ്ട എല്ലാ സൈനിക സന്നാഹങ്ങളും ഒരുക്കി വരും അമേരിക്ക. അപ്രകാരം തന്നെ നിങ്ങൾ നോക്കൂ, ലിബിയയിൽ കേണൽ ഗദ്ദാഫിയെ നിമിഷാർത്ഥം കൊണ്ട് തകർക്കാൻ അവർക്ക് സാധിച്ചില്ലേ? അവരാവശ്യമുള്ളതൊക്കെ ലോകത്ത് ചെയ്യുന്നു. എന്തേ അയ്യത്തുകാരുടെ അവർക്ക് കഴിയുന്നില്ല? കാരണം പരിശോധിച്ചാൽ കാണാൻ കഴിയും, ഈ കള്ള വിപണനം നടത്തുന്ന, ഈ രീതിയിൽ കട്ടവന്റെ കയ്യിൽ നിന്ന് മുതൽ സ്വീകരിക്കുന്നത് പോലെ പിടിച്ചടക്കിയവന്റെ കയ്യിൽ നിന്ന് കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. IS-ന്റെ എണ്ണപ്പാടത്ത് US-ന് ഷെയറുണ്ട്. നിഷേധിക്കാൻ കഴിയുമോ? അതിന്റെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ലോകത്ത് ചില പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോ ആ ലോകമാധ്യമങ്ങളുടെ വാർത്തയെ അവർക്ക് എങ്ങനെ നേരിടാൻ കഴിഞ്ഞു പരിശോധിക്കണം നിങ്ങൾ.
IS കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമിയിലുള്ള എണ്ണയിൽ അമേരിക്ക ഷെയർ എടുക്കുക, ഇംഗ്ലണ്ട് ഷെയർ എടുക്കുക. ഒരു ദിവസം $30 ലക്ഷം അവർക്ക് ലഭ്യമാകുന്നു. ലോകത്തെങ്ങനെ തീവ്രവാദ പ്രവർത്തനം നിൽക്കുമോ? അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് തടയിടാൻ കഴിയുമോ? ഒരു ദിവസത്തിൽ $30 ലക്ഷം. 2013-ലും 2014-ലും ഇടയ്ക്ക് IS വിദേശ വരുമാനമായി $4 കോടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞതാരാ? പറഞ്ഞത് UN അന്വേഷണ കമ്മീഷൻ തന്നെ. അത്രമാത്രം ഡോളർ ഇവർക്ക് ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുന്നതിന് വേണ്ട സന്നാഹങ്ങളും സംവിധാനങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നവർ എന്തിനാണിത് നടത്തുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. അവരുടെ സോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ഒന്ന്, ഈ കരിഞ്ചന്തയിൽ എണ്ണ വിൽപ്പന, പിടിച്ചടക്കി വെച്ച പ്രദേശത്തെ കരിഞ്ചന്ത എണ്ണ വിൽപ്പനയ്ക്ക് പുറമെ പൗരന്മാരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പണം പിടുങ്ങുന്നു. ആ ഇനത്തിൽ അവർക്ക് $4.5 കോടി കിട്ടിയെന്ന് 2014 ഒക്ടോബറിൽ UN റിപ്പോർട്ട് ചെയ്തു. പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചുകൊണ്ടുപോയി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി പണം വാങ്ങുക. അതിലുപരി അവർ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനം, ലോകത്തെ ഏറ്റവും കൂടുതൽ ചരിത്ര സ്മാരകങ്ങളുടെ പ്രദേശമാണ് സിറിയ, അതുപോലെ തന്നെ ഇറാഖ്. ലോകത്ത് ഒരുപാട് ആൻഷ്യൻ ഹിസ്റ്ററി മുഴുവൻ കിടക്കുന്ന പ്രാചീന ചരിത്രത്തിന്റെ താളുകളിൽ പരിശോധിച്ചാൽ അതിപ്രധാനമായ സംസ്കാരത്തിന്റെ തീരപ്രദേശങ്ങൾ, ആ പ്രദേശത്തെ വലിയ വലിയ മ്യൂസിയത്തിൽ നിന്നും കിട്ടാവുന്ന സാധനങ്ങളൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോവുക, അത് തകർത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി ലോകമാർക്കറ്റിൽ വിൽപ്പന നടത്തുക. അങ്ങനെ ലോകമാർക്കറ്റിൽ വിൽപ്പന നടത്തിക്കൊണ്ട് പണം കൊയ്യുന്ന പ്രവർത്തനം, ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടവർ ഈ പുരാവസ്തു വിൽപ്പന വഴി $10 കോടി വാങ്ങിയെന്ന് പറയുന്ന ആരാ? അന്വേഷകർ പറയുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, നിഷേധിക്കാനാവുന്നുണ്ടോ? ഈ രീതിയിൽ ഈ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ ഓർക്കണം, ടോണി ബ്ലെയർ എല്ലാ സന്നാഹങ്ങളും ഈ ഇറാഖി അധിനിവേശത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ഇറാഖിനെ തകർത്ത് സദ്ദാം ഹുസൈനെ കൊന്നു കുടിച്ചുമൂടി. 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലോകത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്, തെറ്റായ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇറാഖ് അധിനിവേശം നടത്തിയത്. ആ അധിനിവേശത്തിന്റെ കാരണമാണ് IS പുറപ്പെട്ടത്. ടോണി ബ്ലെയർ ഇപ്പോൾ തിരുത്തി പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, 12 കൊല്ലം മുമ്പ് ചെയ്ത ഈ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്ന് തിരുത്തി പറയുന്ന ടോണി ബ്ലെയർ അന്ന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കുമോ? അന്ന് പെട്ടതൊക്കെ സമൂഹത്തിന് തിരിച്ചു കൊടുക്കുമോ? ഇങ്ങനെ പ്രതിവിപ്ലവകാരികളെ വളർത്തിക്കൊണ്ട് സമൂഹത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന പ്രവർത്തനം എന്താണ്? നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടോണി ബ്ലെയറുടെ വാക്കുകളിൽ അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ തന്ന ഇന്ത്യൻ വംശജനായ ഫരീദ് സക്കരിയ, അയാളോട് ശരിക്ക് ചാനൽ ചർച്ചയിൽ, CNN-ന്റെ ചാനൽ ചർച്ചയിൽ ടോണി ബ്ലെയർ, UK-യുടെ മുൻ പ്രധാനമന്ത്രി, വളരെ കൃത്യമായി പറഞ്ഞു, തെറ്റായ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇറാഖിലേക്ക് അധിനിവേശം നടത്തിയത്. നേരത്തെ അതിന് UN സെക്യൂരിറ്റി കൗൺസിൽ അനുമതി കൊടുത്തില്ല. അന്ന് പറഞ്ഞത് സദ്ദാമിന്റെ കയ്യിൽ ലോകത്തെ മുഴുവൻ ഒരു ദിവസം കൊണ്ട് ചുട്ട് ചാമ്പലാക്കാൻ പറ്റുന്ന മാരകമായ രാസായുധമുണ്ട്, അതിന്റെ ശേഖരം തകർത്തില്ലെങ്കിൽ ലോകത്ത് ഭീഷണി വരും എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ മുസ്ലിം സമൂഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നാക്രമണം നടത്തി. ആന കരിമ്പിൻ തോട്ടത്തിൽ കടന്ന പോലെ ഒരു രാജ്യം കുട്ടിച്ചോറാക്കി. എന്തൊക്കെയാണ് അവർ ലോകത്ത് ചെയ്തത്? ലക്ഷക്കണക്കിന് 1.5 ലക്ഷത്തോളം വരുന്ന ഇറാഖികളെ ചുട്ടുകൊന്നു. 1.5 ലക്ഷം മനുഷ്യന്റെ മക്കളെ ചവിട്ടിയരച്ചു. 1.5 ലക്ഷം മനുഷ്യന്റെ മക്കളെ കൊന്നുവെന്ന് മാത്രമല്ല, ആ പ്രദേശത്തെ ഏകദേശം 10 ലക്ഷത്തോളം മനുഷ്യന്റെ മക്കൾ ജീവച്ഛവങ്ങളായി. 10 ലക്ഷം ആളുകൾ അതിന്റെ കെടുതി അനുഭവിച്ചു. രാജ്യത്തിന്റെ നായകൻ പോയി, രാജ്യത്തിന്റെ സുരക്ഷിതത്വം പോയി. അധിനിവേശ ശക്തികൾക്ക് കയറി നിറങ്ങാൻ പറ്റുന്ന ഭൂമിയാക്കി മാറ്റി. അതിന്റെ കാരണമാണ് IS ഉണ്ടായതെന്ന് പറയുന്നവർ ഇന്ന് എന്തിനാ IS-നെ പൂജിക്കാൻ നടക്കുന്നത്? മുസ്ലിമിന്റെ മേലത് വെച്ച് കെട്ടുന്നു. എന്തിന്? അവരുടെ ഉദ്ദേശം ഒന്നാണ്, ഈ IS-ന് ഈ പണം രഹസ്യമാർഗത്തിലൂടെ കൈമാറുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ ലോകത്ത് പല സ്ഥലത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും പാരീസിൽ സംഭവിച്ച പോലെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇസ്ലാമിന്റെ മുഖത്ത് നോക്കി കണ്ടോ മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ തീവ്രവാദ മുദ്ര കുത്തി ഈ സമൂഹത്തിന്റെ പ്രബോധന പ്രവർത്തനത്തെ തകർക്കുക. സത്യത്തിൽ IS എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭീഷണിയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ ഉറപ്പാണ്, അത് മുസൽമാന്റെ സൃഷ്ടിയല്ല. അതിന്റെ പിന്നിലേതോ ശക്തികളുണ്ട്. അവർക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മുസ്ലിമിനെയും ഇസ്ലാമിനെയും ചീത്തപ്പേരിൽ മുക്കി ഈ സമൂഹത്തിന്റെ ദഴവത്ത് നശിപ്പിക്കാൻ ചെയ്യുന്ന പ്രവർത്തനം സാമ്രാജ്യ ശക്തികളുടെ രഹസ്യ അജണ്ടയാണ്. ആ അജണ്ട കൊണ്ട് നമ്മുടെ പ്രബോധനം നഷ്ടപ്പെടുന്നു. ഇപ്പൊ നിങ്ങൾ നോക്ക്, പാരീസിന്റെ മണ്ണിലേക്ക്, ആ പ്രദേശമടക്കമുള്ള മേഖലയിൽ, യൂറോപ്യൻ മേഖല അടക്കമുള്ള പാശ്ചാത്യ മേഖലയിൽ പലയിടത്തും ദഴവത്ത് പാടില്ല, ഇസ്ലാമിക പ്രബോധനം പാടില്ല, അതിനുവേണ്ടി ആളുകൾക്ക് കടന്നു ചെല്ലാൻ പാടില്ല. ദഴവത്തിനെ തകർക്കുന്ന ഒരു കാരണമാക്കി ഇവർ ഈ സ്ഫോടനത്തെയും പ്രവർത്തനത്തെയും വിലയിരുത്തിക്കൊണ്ട് ദഴവാ മേഖലയ്ക്ക് തടയിടാൻ ഇത് ഉപയോഗിച്ചു. അത് തന്നെയാണ് അമേരിക്കക്ക് കിട്ടുന്ന നേട്ടം, സാമ്രാജ്യത്വ ശക്തിയിൽ കിട്ടുന്ന നേട്ടം. ലോകത്ത് ജർമ്മനിയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ആളുകൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ മതം തേടി കടന്നു വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു. ലോകത്ത് ഇസ്ലാമിന്റെ ഒരു മാറ്റം നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ആ മാറ്റം ലോകത്തലയടിക്കുമ്പോൾ അത് ഭീഷണിയാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, ഇസ്ലാമിന്റെ വളർച്ചയെ ഭയപ്പെടുന്നവർ ഇസ്ലാമോ ഫോബിയ പറഞ്ഞുകൊണ്ട്
ഇസ്ലാം ലോകത്ത് അധിനിവേശം നടത്തുമെന്ന് പേടിപ്പിച്ചുകൊണ്ട് ഇസ്ലാം ഭീകരമാണെന്ന് വരുത്തി തീർക്കാൻ IS-നെ ഒരു ബാനറും ലേബലുമാക്കി ഉപയോഗപ്പെടുത്തുന്നു. ഒരിക്കലും നമ്മളതിൽ വീണുപോകാൻ പാടില്ല. IS നമ്മുടേതല്ലെന്ന് പറയണം. IS ഇസ്ലാമിക പാരമ്പര്യമുള്ള സംഘടനയല്ലെന്ന് പറയണം. ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തെ ബ്ലെയർ ചെയ്ത പ്രവർത്തനമാണ് ലോകത്ത് ഇത്തരം പ്രവർത്തനമുണ്ടാക്കിയതെന്ന് ബിഷപ്പ് ഡച്ച്മൺ ട്രുട്ട് പോലും പറഞ്ഞു. ബ്ലെയറെ കുറ്റവിചാരണ ചെയ്യണമെന്ന് പറഞ്ഞ വാർത്ത നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കുമല്ലോ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്തെ മുസ്ലിം സമൂഹത്തിന് ദഅവാ പ്രവർത്തനം നടത്താൻ അവസരം നിഷേധിക്കുക, ഇതാണ് അവരുടെ ഒന്നാമത്തെ അജണ്ട. രണ്ടാമത്തേത് രഹസ്യമായി അവർക്ക് ഒരുപാട് എണ്ണ കുറഞ്ഞ വിലക്ക് കിട്ടും. മൂന്നാമത്തേതോ ഇവർ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന പഴയ ചരിത്ര ശിലാഫലകങ്ങൾ, പഴയകാല ചരിത്രരേഖകൾ മുഴുവൻ അവർക്ക് ഇത്തരം മ്യൂസിയത്തിൽ നിന്നും പകർത്തിക്കെടുക്കുവാനും അതുപോലെ തട്ടിയെടുക്കുവാനും കുറഞ്ഞ വിലക്ക് കഴിയും. അങ്ങനെയാണ് ലോകത്ത് ഈ പ്രവർത്തനത്തിന് അവർ ചുക്കാൻ പിടിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുവദിക്കാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അബൂബക്കർ ബഗ്ദാദി, അദ്ദേഹം ഒരു ദിവസം അൽ അഇമ്മത്തു മിൻ ഖുറൈശ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ഖുറൈശിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ വായിച്ചു. അയാളുടെ കൃത്യമായ പേര് ഇബ്രാഹിമുന അവാദ് ഇബ്നു ഇബ്രാഹിം അൽ ബദരി അൽ ഖുറശി. ഈ പേരാണ് അയാൾക്ക്. ഇതാണ് IS-ന്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അബൂബക്കർ ബഗ്ദാദിയുടെ മുഴുവൻ പേര്. ഞാൻ ഖുറൈശിയാണ്, ഖുറൈശികൾക്കാണ് നേതൃത്വമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കൃത്യമായി പറഞ്ഞു പരിശോധിച്ചതാണ്. 2011 ജൂലൈയിൽ അദ്ദേഹം ഖലീഫയായി ലോകത്ത് പ്രഖ്യാപിച്ചു, ഞാനാണ് മുസ്ലിം ലോകത്തിന്റെ ഖലീഫ. എന്നിട്ട് ഈ അക്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. അൽ ഖായിദയും ബിൻ ലാദനും അതുപോലെ ഐമൻ ലവാഹിരിയും ഒക്കെ ലോകത്ത് ചെയ്ത പ്രവർത്തനം ഇതാണ്. ഞാനിത് സൂചിപ്പിച്ചത് ഇസ്ലാമിക പ്രബോധനവും പ്രവർത്തനവും താഴെ തട്ടിൽ നിന്ന് മനോഹരമായി നടക്കുന്ന പ്രദേശമാണ് നമ്മുടെ കൊച്ചു കേരളം. ഈ കേരളത്തിൽ പണ്ഡിതന്മാർ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ ദഅവത്തിന് വേണ്ടി കേന്ദ്രങ്ങളുണ്ടാക്കി. ഒരുപാട് ആളുകൾക്ക് പരിശുദ്ധ ദീൻ കൈമാറി ലോകസമക്ഷം ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തു. എവിടെയെങ്കിലും തീവ്രവാദം വളർന്നുവോ? ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന സമീപനമുണ്ടായോ? ഒരിക്കലുമില്ലല്ലോ. എന്നാൽ IS-നെ കുറിച്ച് നോക്കും നിങ്ങൾ. ഒരു നേരായ പാതയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ നയിക്കാൻ കെൽപ്പുള്ള പണ്ഡിത വൃന്ദത്തിന്റെ കുറവ് കൊണ്ട് തന്നെയാണ് ലോകത്ത് ഇസ്ലാമിന് ഇങ്ങനെ പന്താടുന്നത്. ഇസ്ലാം എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ള പണ്ഡിതന്റെ കുറവ് കൊണ്ട് ഉള്ളവരെന്ന് കരുതുന്നവർ പോലും, നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ആരോപിക്കുകയല്ല. സയ്യിദ് ഖുത്ബിന്റെ ചിന്തകളാണ് ഇവർക്ക് കരുത്ത് പകർന്നത് എന്ന പത്രത്തിൽ വാർത്ത വന്നില്ലേ? ആരാ പറഞ്ഞത്? ഈജിപ്തിലെ മുൻ മുഫ്തിയാകുന്ന അലി ജുമയെ കുറിച്ച് ഒരു പക്ഷേ പറയാം അബ്ദുൽ ഫത്താഹ് അൽ സീസിയുടെ കൊടുകൂട്ടുകാരനാണെന്ന്. ആയിക്കൊള്ളട്ടെ, ആരോപണം വന്നില്ലേ? കർലാവിയാണ് ഇവർക്ക് പിന്തുണ കൊടുത്തത് എന്നും വാർത്ത വന്നില്ലേ? നമ്മളതിലൊന്നും ഇടപെടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ പ്രചോദനം കൊടുത്തു എന്ന വാർത്ത പോലും വന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന് ശരിക്ക് ഗ്രാസ് റൂട്ടിൽ ദീൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പള്ളിയും പള്ളി ദർസും ദീനീ സ്ഥാപനങ്ങളും കെട്ടിപ്പടുത്തുകൊണ്ട് 10,000-കണക്കിന് മദ്രസകളും 1000-കണക്കിന് അറബി കോളേജുകളും വളരെ മനോഹരമായി നടത്തുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ തലപ്പത്ത് മഹോന്നതരായ പണ്ഡിത വര്യരുണ്ട്. അവർ ഈ സമൂഹത്തെ വഴി നടത്തുന്നതിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച കണ്ടോ നിങ്ങൾ? നേരായ പാതയിൽ ഉമ്മത്തിനെ നയിക്കാൻ യോഗ്യതയുള്ള പണ്ഡിതന്മാരില്ലാതിരുന്നാൽ ഇസ്ലാം ഇങ്ങനെ വികലമാക്കപ്പെടും, ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കപ്പെടും. അതുതന്നെയാണ് സമൂഹത്തോട് പറയാനുള്ളത്. ബഷാറുൽ അസദിന്റെ ഏകാധിപതിക്കെതിരെയാണ് നിങ്ങൾ പൊരുത്തുന്നത് എന്ന ന്യായം പറയേക്കാം. പണ്ഡിത നേതൃത്വത്തിന്റെ കുറവ് കൊണ്ടാണെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ഒരു സമൂഹം ദുഷിക്കുന്നത് എപ്പോഴും ആ സമൂഹത്തെ നേർവഴിക്ക് നിർത്താൻ പണ്ഡിതന്മാരില്ലാത്തതുകൊണ്ടാണ്. എന്തേ കേരളത്തിൽ തീവ്രവാദം ക്ലച്ച് പിടിക്കാതെ പോയത്? എന്തേ കേരളത്തിൽ ഭീകരവാദം ക്ലച്ച് പിടിക്കാതെ പോയത്? ചില പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും കേരളത്തിലുണ്ടെന്നല്ലാതെ വ്യാപകമായ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ അനാവശ്യമായ സ്ഫോടനങ്ങളോ അപകടങ്ങളോ ഈ സമൂഹം ഏറ്റെടുക്കുന്ന പ്രവർത്തനം നിങ്ങൾ കണ്ടല്ലോ. പാരീസിൽ 6 സ്ഥലത്ത് സ്ഫോടനം നടന്നപ്പോൾ ഞങ്ങളാണ് അതിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മേനി പറഞ്ഞവരേറ്റെടുത്തു. ഇസ്ലാമിന് എത്രത്തോളം മാനക്കേടുണ്ടായി, ഈ പ്രബോധനത്തിന് എത്ര കുഴപ്പമുണ്ടായി. വിഘാതം സംഭവിച്ചതിന്റെ ഗൗരവം സമൂഹം ഓർക്കുന്നില്ലേ? നേരെ മറിച്ച് കേരളത്തിൽ എവിടെയെങ്കിലും അത്തരമൊരു പ്രവർത്തനം മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നുണ്ട്. എന്താ കാരണം? നമ്മൾ പഠിച്ചത് വളരെ മനോഹരമായി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പരിശുദ്ധ റബീഉൽ അവ്വലാണ് സ്വലാത്ത് മറക്കന്റെ പ്രത്യേകം. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം അറിയാലോ, ഇന്ന ദിഫ്ക ലാ യഖൂലു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. വളരെ മനോഹരമായി ഒരു വസ്തു പരിസമാപ്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തു മനോഹരമാകണമെങ്കിൽ അതിൽ ദിഫ്ത് വേണം, മൃദുലത വേണം, മൃദുലത വേണം. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. ഈ റിഫ്ക് അഥവാ മൃദുലത, മിതത്വം, അത് പിൻവലിക്കപ്പെട്ടാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ആ സംഗതി വൃത്തികേടാകും. വളരെ മനോഹരമായി പഴയകാലത്ത് കുട്ടികൾക്ക് ദർസിൽ പഠിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുത്ത റസാനത്തിൽ പോലും മഹാനായ മഹ്മൂദുൽ കാഹിരി തങ്ങൾ അടിസ്ഥാനപരമായി പഠിപ്പിച്ച തത്വക്കുന്നത് ആ സംഗതി വൃത്തിക ശാസ്ത്രങ്ങളിൽ ചെറുപ്പത്തിലെ കുട്ടി പഠിച്ചു വരുമ്പോൾ പഠിക്കേണ്ട കാര്യമാണ്.
വൽഖർഖു യംനഉ മിമ്മാ ഫീഹി തഅമീലു. വരിപ്പു മൃദുലത, തീവ്രതയില്ലാതെ മൃദുല സമീപനം സ്വീകരിക്കുക. ദീനിന്റെ ബേസാണത്. നീ ഉദ്ദേശിക്കുന്ന കാര്യം നിനക്ക് ശരിക്കും നേടിയെടുക്കാൻ അതുകൊണ്ട് കഴിയും. അതേസമയത്തോ വൽ ഹർഫു, പരുക്ക് കാണിച്ചാൽ, നീ ഭീകരത കാണിച്ചാൽ, തീവ്രത കാണിച്ചാൽ, ശൗര്യം കാണിച്ചാൽ എന്ത് ചെയ്യും? യംനഉ മിമ്മാ ഫീഹി തഅമീൽ, നിന്റെ അമല് നടക്കാതെ പോകും, നീ മോഹിച്ച കാര്യം നടക്കാതെ പോകും. മനോഹരമായി മഹ്മൂദുൽ ഖാദിരി തങ്ങൾ അതിന്റെ ഉദാഹരണം ഫിലോസഫി രൂപത്തിൽ ശരിക്ക് തത്വജ്ഞാനി എന്ന രീതിയിൽ അദ്ദേഹം സമർപ്പിക്കുന്നു. വശാമിഖുൻ ശഖഹു മാഉൻ ലിദാഖിലിഹി, വശാമിഖുൻ ശഖഹു മാഉൻ ലിദാഖിലിഹി വറുബ്ബമൻ ഖതഅത അൻഹുൽ മാവീലു. മനോഹരമായ ഒരു വചനത്തിലൂടെ അദ്ദേഹം പറഞ്ഞു, വലിയ മല, വലിയൊരു പർവ്വതം, പർവ്വത ശിഖരത്തിൽ പാറയാൽ നിറക്കപ്പെട്ടൊരു പർവ്വതം, അതാണ് വശാമിഖുൻ ശഖഹു, അതിനെ പിളർക്കും. മാഉൻ ലിദാഖിലിഹി, അതിന്റെ ഉള്ളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിയാൽ നിരന്തരമായി പാറപ്പുറത്ത് വെള്ളം വീണാലും വിള്ളൽ വരും. മൃദുലമാണ് വെള്ളം. പ്രവർത്തനം നിരന്തരമായി, പ്രവർത്തന നൈരന്തര്യമാണ് വേണ്ടത്, പരിക്ക് കാണിക്കലല്ല. കാഠിന്യമല്ല വേണ്ടത്, നിരന്തരമായി മൃദുലത കാണിക്കല. ഒരു പാറയെപ്പോലും ദ്വാരമുണ്ടാക്കുന്നതാക്കാൻ വെള്ളത്തിന് കഴിയും. എന്നാലോ വറുബ്ബമൻ ഖതഅത അൻഹുൽ മാവീലു, വറുബ്ബമൻ ഖതഅത അൻഹുൽ മാവീൽ, പിക്കാസ് പൊട്ടിപ്പോകും കടുകട്ടിലൊന്ന് കൊത്തിയാൽ. ആ വെള്ളം കാലങ്ങളായി വീണുണ്ടാക്കിയ ദ്വാരത്തിന്റെ പ്രത്യേകത നോക്ക് നിങ്ങൾ. വെള്ളത്തിന്റെ നിരന്തരമായ ഒഴുക്കുകൊണ്ടുണ്ടായ പാട് നോക്ക് നിങ്ങൾ. ഒരു പിക്കാസ് ഒരു തൊട്ട ദിവസം കൊണ്ട് അത് കൊത്തിപ്പൊളിക്കണമെന്ന് വിചാരിച്ചൊറ്റ കൊത്തു കൊടുത്തിയാൽ പിക്കാസ് പൊട്ടിപ്പോകും. പിക്കാസ് പൊട്ടുന്നിടത്ത്, ആയുധം പൊട്ടുന്നിടത്ത്, ഇരുമ്പ് പൊട്ടുന്നിടത്ത് നൈരന്തര്യത്തിലൂടെ വെള്ളം വിജയിച്ചതെന്തുകൊണ്ടാണ്? അതിന്റെ ലിഫ്റ്റ് കൊണ്ട്, അതിന്റെ മൃദുലത കൊണ്ട്. ആ രീതിയാണ് നമ്മുടെ സമൂഹത്തെ നമ്മൾ കാണിക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതിനെതിരാണ് ആളുകൾ. ഇതിനെതിരെ നമ്മുടെ സമൂഹത്തെ ചിന്തിപ്പിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തും അതുപോലെ തന്നെ ഈ പ്രദേശവും വർഗീയതയിൽ മുക്കിക്കൊല്ലാൻ അപകടകരമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ വരുന്ന ആളുകളുണ്ട്. അവരെ തിരിച്ചറിയാനും അതിനെതിരെ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുവാനും ഒക്കെ നിങ്ങൾ തന്നെയാണുള്ളത്. കാലിക പ്രശ്നത്തിൽ ഇടപെടേണ്ടതും പണ്ഡിതന്മാർ തന്നെ. നിങ്ങളൊരു മഹല്ലത്തിൽ ജോലി ചെയ്യുമ്പോൾ, ഒരു സമൂഹത്തിൽ ജോലി ചെയ്യുമ്പോൾ, ആ സമൂഹത്തിന്റെ ഉത്ഥാന പതനങ്ങളെക്കുറിച്ച്, ജനപദത്തിന്റെ ചലന നിശ്ചലനങ്ങളെക്കുറിച്ച്, ആ ജനപദത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ച്, ആ ജനപദത്തിന്റെ ജീവിത രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും ജീവസന്ധാരണ മേഖലയിൽ വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുകയും സമൂഹത്തെ നിർത്തേണ്ടടുത്ത് നിർത്തുകയും അവസാനത്തെ വാക്ക് പള്ളി മെഹ്റാബിൽ വെച്ച് നിങ്ങൾ പറയുന്നതാകുകയും ചെയ്യുന്ന അവസ്ഥ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കണം. കേവലം ഈ സമൂഹത്തിന്റെ ഒരു ജോലിക്കാരെന്ന രീതിയിൽ ശമ്പളം വാങ്ങുന്ന ഒരു തൊഴിലാളിയാകാതെ സമൂഹത്തിന്റെ മനസാക്ഷിയെ നിയന്ത്രിക്കുന്ന ഒരു പണ്ഡിതനായി, മഹല്ലിന്റെ നായകനായി മാറാൻ, ഉമറാക്കൾ നിങ്ങൾ അനുസരിക്കുന്ന ഗതി ഉണ്ടാക്കാൻ ഈ സമൂഹത്തിലെ പണ്ഡിത വൃന്ദത്തിന് കഴിഞ്ഞാൽ പഴമയിലേക്ക് തിരിച്ചു പോകാൻ കഴിയും നമുക്ക്. ഈ സമൂഹത്തിലും വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളില്ലേ? കേരളത്തിന്റെ പൈതൃകവും പാരമ്പര്യവും നോക്ക് നിങ്ങൾ. ആ പൈതൃകത്തെയും പാരമ്പര്യത്തെയും പിച്ചു ചീന്തിയെറിയുന്ന തരത്തിൽ ഈയിടെ നമ്മുടെ കേരളത്തിൽ കടന്നു വന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങൾക്കറിയാമല്ലോ. ഈ സമൂഹത്തിൽ SNDP എന്ന പ്രസ്ഥാനം, ഞാനവരെ മതപരമായി നേരിടുകയല്ല. ആർക്കും സംഘടിക്കാനും ഒരുമിച്ച് നിൽക്കാനും അവകാശത്തിന് വേണ്ടി ശബ്ദിക്കാനും അർഹതയുള്ള നാടായത്. അതിന്റെ നായകൻ കേരളത്തിലൊരു യാത്ര നടത്തി. ഏകതാ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടത്തിയ യാത്രയിൽ അദ്ദേഹം മധ്യ കേരളത്തിൽ വെച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. നമ്മുടെ വെളിപ്പാടകലെ ഈ കോഴിക്കോട്ട് നിങ്ങൾക്കറിയാം, 2 ആന്ധ്ര സ്വദേശികളായ തൊഴിലാളികൾ മാൻഹോളിലേക്ക് ഇറങ്ങിക്കൊണ്ടത് വൃത്തിയാക്കാൻ പോകുമ്പോൾ അവർ ശ്വാസം മുട്ടി മരിക്കുന്ന രംഗം. അവർ വാവിട്ട് കരഞ്ഞപ്പോൾ ഒരു ചായ ഓർഡർ ചെയ്തുകൊണ്ട് സമീപ പ്രദേശത്തിരിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ നൌഷാദ് ഓട്ടോ ഡ്രൈവർ, നേരത്തെ തന്നെ സേവന പാരമ്പര്യമുള്ളവൻ, അയാൾ അതിലേക്ക് എടുത്തു ചാടുന്നു. പലരും വിലക്കിയിട്ടും തന്റെ ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട്, ആ സാധുക്കളുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് അയാൾ അതിൽ ചാടി. അയാളുടെ ജീവനും പോയി. അവിവേകമാണെന്ന് ചിലർ വിധിയെഴുതി, വിഡ്ഢിയാണവനെന്ന് ചിലർ വിളിച്ചു. പക്ഷേ ആ പാവങ്ങളെ രക്ഷിക്കാനുള്ള അവന്റെ മനസ്സിന്റെ പ്രത്യേകത നോക്ക് നിങ്ങൾ. ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കൽ. നിസ്കരിക്കുന്ന മനുഷ്യൻ പോലും കിഴയിലേക്ക് ചാടാൻ പോകുന്ന, കിണറ്റിലേക്ക് ചാടാൻ പോകുന്നവനെ കണ്ടാൽ എന്തു ചെയ്യണമെന്ന് പഠിപ്പിച്ചവനെ രക്ഷിക്കാൻ കൽപ്പിച്ച മതത്തിന്റെ അടിമകളും ഉടമകളുമല്ല നമ്മൾ. ആ സഹോദരൻ ആ ചെയ്ത പ്രവർത്തനത്തെ ആര് വിമർശിച്ചാലും ശരി, അവന്റെ സേവന മനസ്കതയെ കേരളം അംഗീകരിച്ചു. അയാൾ മരണപ്പെട്ടപ്പോൾ ആ മനുഷ്യനൊരു സഹായം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അയാളുടെ പാവപ്പെട്ട വീട്ടിൽ നിന്നൊരാൾക്ക് തൊഴിൽ പ്രഖ്യാപിച്ചു. സാധാരണഗതിയിൽ നേരത്തെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കേരളം ചെയ്തതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഈ രാഷ്ട്രീയ നായകൻ പറഞ്ഞതോ, ആനുകൂല്യം വല്ലതും കിട്ടണമെങ്കിൽ മുസ്ലിമായി ജനിക്കണം,
എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയതയുടെ, ഒരു കമ്മ്യൂണൽ പോളറൈസേഷന്റെ ശബ്ദം ഇന്ന് വരെ നമ്മുടെ കൊച്ചു കേരളം കേട്ടിട്ടില്ലാത്തത്, ഒരു അസംതൃപ്ത ജനവിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, മുസ്ലിങ്ങളെ പരമാവധി തീവ്രവാദികളാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നൌഷാദ് എന്ന് പറയുന്ന സാധുവായ ആ സഹോദരന്റെ ജീവിത പ്രവർത്തനം മാതൃകയാക്കേണ്ടതിന് പകരം ആ മനുഷ്യൻ ചെയ്ത പ്രവർത്തനത്തിന് അവാർഡ് കൊടുത്തത്, അതല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന് ജോലി കൊടുക്കാൻ ശ്രമിച്ചത് തെറ്റായിപ്പോയി എന്ന തരത്തിൽ കേരളത്തിൽ പ്രഖ്യാപിച്ചത് എന്തുമാത്രം വേദനാജനകമാണ്. ആരുടെ ആദർശമാണ് ഈ നേതാവ് പിന്തുടരുന്നത്? അദ്ദേഹം പിന്തുടരുന്ന ശ്രീനാരായണ ഗുരുസ്വാമികളുടെ സന്ദേശമാണ്. മതപരമായി കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തിന് നവോത്ഥാനം നിർവഹിച്ചു കൊടുത്ത, ഹിന്ദു സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പൊരുതിയ, മദ്യത്തിനെതിരെ സമൂഹത്തിൽ ഉത്ബോധനം നടത്തിയ ഒരു നേതാവുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആളാണല്ലോ ശ്രീനാരായണ ഗുരുസ്വാമികൾ. അദ്ദേഹം ഈ സമൂഹത്തോട് സംവദിച്ചപ്പോൾ പറഞ്ഞത് ഇതൊന്നുമായിരുന്നില്ല. എല്ലാ മതസ്ഥരും ഒരുപോലെ സൗഹൃദത്തോടെ ജീവിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എത്രത്തോളം അള്ളാഹുവിന്റെ വിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുന്ന നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന തരത്തിൽ പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് പഠിച്ചുകൊണ്ട്, വിശുദ്ധ പ്രവാചകരുടെ ജീവചരിത്രം അല്പമെങ്കിലും സ്വായത്തമാക്കിക്കൊണ്ട്, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂരെ നിന്ന് നോക്കിക്കണ്ടുകൊണ്ട് ഇസ്ലാം പഠിക്കാത്ത ഗുരുസ്വാമികൾ പറഞ്ഞ വാക്കുണ്ട്: പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ബോധ ദയാ ക്ഷമാബ്ദിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. ആ വാചകം അദ്ദേഹം വളരെ മനോഹരമായി ലോകത്തിന് സമർപ്പണം ചെയ്യുമ്പോൾ അഷ്റഫുൽ ഖൽഖ് തങ്ങളെക്കുറിച്ച് അത്രേ അദ്ദേഹത്തിന് അറിയൂ. മാത്രമല്ല, നബിതങ്ങൾ ലോകത്തിന് സമർപ്പിച്ച മാനവിക ഉപദേശങ്ങളൊക്കെ കേട്ടപ്പോൾ ഇയാൾക്ക് തോന്നി ഇത് കേവലം ഒരു മനുഷ്യനല്ല. ശ്രീനാരായണ ഗുരുസ്വാമികൾ അങ്ങനെ തന്നെ പറഞ്ഞു: പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ. എന്താണ് ചോദിച്ച ചോദ്യം? മനുഷ്യന്റെ രൂപത്തിൽ വന്ന പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ? ഇങ്ങനെ ചോദിച്ചൊരു വലിയ മനുഷ്യന്റെ പിന്തുടർച്ചക്കാരനാണ് മുസ്ലിം സമൂഹത്തിന്റെ നേരെ ഇങ്ങനെ കാർക്കിച്ചു തുപ്പുന്ന വചനങ്ങൾ പറഞ്ഞത് എന്നത് ഓർക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു പോയി എന്ന് ചോദിക്കാൻ ഒരു പ്രേരണ വരും. ഒരുപക്ഷേ ഡൽഹിയിൽ ഭരണം മാറിയപ്പോൾ അതിനൊപ്പിച്ച് തുള്ളി ഈ സമൂഹത്തിന്റെ മനസ്സിൽ ഒരു മോഡിസം കുത്തിച്ചെലുത്താനുള്ള ശ്രമമാണോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളതിൽ വീണുപോകാൻ പാടില്ല. വെള്ളാപ്പള്ളിക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കണം, ഈ കേരളത്തിൽ മുസ്ലിം സമൂഹം കാണിച്ച മനോഹരമായ സൗഹൃദത്തിന്റെ കഥകൾ. ഒരു കൊച്ചു ഉദാഹരണം നോക്കൂ നിങ്ങൾ. 1964 NSS പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. നമ്മളിപ്പോൾ ഈ സ്ഥാപനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടൊരു സുവനീർ പുറത്തിറക്കിയില്ലേ? കനപ്പെട്ടൊരു സുവനീർ. ഒരുപാട്, ഞാനത് കുറെ ഇരുന്ന് വായിച്ചു. ഒരുപാട് നല്ല വിഭവങ്ങളുടെ മനോഹരമായ നമ്മുടെ ഒരു സുവനീർ. നിങ്ങൾക്ക് പഠനമാണത്. ഒരുപാട് നല്ല ലേഖനങ്ങളും പഠനങ്ങളുമുള്ള ഒരു സുവനീർ എന്ന പോലെ 1964 ഡിസംബറിൽ NSS അവരുടെ കനക ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് സുവർണ ഗ്രന്ഥം എന്നാണ്. ആ സുവർണ ഗ്രന്ഥം എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അന്വേഷകർ എന്ന് വായിച്ച് പഠിച്ചു നോക്കും. അതിൽ വളരെ കൃത്യമായി MRG പണിക്കർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. MRG പണിക്കരുടെ ലേഖനം, NSSന്റെ സ്മരണിക MRG പണിക്കരുടെ ലേഖനം. ആ സ്മരണികയുടെ എഡിറ്ററോ ഉമയനെല്ലൂർ ബാലകൃഷ്ണപിള്ള. അമുസ്ലിങ്ങൾ തയ്യാറാക്കിയ സ്മരണയിൽ പറഞ്ഞ കാര്യം എന്താണ്? വിദ്യാഭ്യാസപരമായി സമൂഹം പിച്ചവെച്ച് മുന്നോട്ട് വരുമ്പോ നല്ല വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടാക്കാൻ ഉദാരമതികളുടെ സഹായം തേടിയപ്പോൾ കേരളത്തിൽ ഒരുപാട് ഭൂമിയും എസ്റ്റേറ്റും ഉണ്ടായിരുന്ന മണപ്പാട്ട് കുഞ്ഞി മുഹമ്മദ് ഹാജി, കൂട്ടത്തിൽ പറയട്ടെ, അദ്ദേഹം സുന്നത്തി ജമാഅത്തിന്റെ വക്താവായിരുന്നില്ല. എങ്കിലും ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർത്ത് പറയട്ടെ, മണപ്പാട്ട് കുഞ്ഞി മുഹമ്മദ് ഹാജിയെ നേരിട്ട് സമീപിച്ചു അവർ. ഈ മണപ്പാട്ട് കുഞ്ഞി മുഹമ്മദ് ഹാജി സ്വന്തം തറവാട്ട് സ്വത്തായ താൻ അധ്വാനിച്ചുണ്ടാക്കിയ എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം അവർക്ക് കൊടുത്തത് എത്രയാ? NSS കണക്ക് പറയട്ടെ. വെള്ളോപ്പള്ളി നരേശ്വരർ ഇല്ലെങ്കിൽ NSSന്റെ സ്മരണിക വായിക്കട്ടെ. ആ സ്മരണികയിൽ കൃത്യമായി MRG പണിക്കർ എഴുതി വെച്ചിരിക്കുന്നു. കേരളത്തിന്റെ പഴയ ചരിത്രത്തിൽ മായ്ക്കപ്പെടാത്ത അധ്യായം. NSSന്റെ ചങ്ങനാശ്ശേരി കോളേജിന്, SNDPയുടെ കൊല്ലത്തെ കോളേജിന്, അതുപോലെ തന്നെ ശ്രീശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൃത്യമായി പഠിക്കണം. ഈ 3 കോളേജുകൾക്ക്, കൊല്ലം SN കോളേജിനും ചങ്ങനാശ്ശേരി NSS കോളേജിനും കാലടി ശ്രീശങ്കര കോളേജിനും 25 ഏക്കർ ഭൂമി വീതം കുഞ്ഞി മുഹമ്മദ് ഹാജി തന്റെ സ്വത്തിൽ നിന്ന് എഴുതി കൊടുത്തു എന്ന് NSSന്റെ സ്മരണികയിലാണ് പറയുന്നത്. 25 ഏക്കർ വീതം 3 കൊടുത്തു എന്ന് പറഞ്ഞാൽ 75 ഏക്കർ ഭൂമി മുസ്ലിം സമൂഹത്തിലെ ഒരു പ്രതിനിധിയിൽ നിന്നും എഴുതി വാങ്ങിയതും അദ്ദേഹം എഴുതി കൊടുത്തതും ഒരു സമുദായത്തിന് വിദ്യാഭ്യാസം നേടി വളരുവാനാ. അങ്ങനെ വിദ്യാഭ്യാസം നേടി വളർന്നു വന്ന ഉദ്യോഗവും സൗകര്യവും ആയപ്പോ മുസ്ലിം സമൂഹത്തിന്റെ മുഖത്ത് നോക്കി ഈ രീതിയിൽ ഒരു സമുദായത്തെ അവഗണിച്ചുകൊണ്ട്
അവഹേളിച്ചുകൊണ്ടും കേരളം വർഗീയക്കലമാക്കി മാറ്റാൻ ആര് ശ്രമിച്ചാലും കേരളത്തിന്റെ ചരിത്ര ഭൂമിക അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് ആണത്തോടെ പറയാൻ ചരിത്രം പഠിച്ച യോഗ്യതയുള്ള ആളുകൾ പറഞ്ഞു വരണം. കേരളീയ സമൂഹത്തിന്റെ ചരിത്ര ഭൂമിക ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. ഇതൊരു തമ്മാടിത്തമാണ്. സത്യത്തിൽ ഒരു സമൂഹത്തിന്റെ ദാർശനിക മുഖത്തെ വൃത്തികേടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം അതാര് ചെയ്താലും ശരി ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമാണ്. ഏറിയാട്ടിൽ കത്തോലിക്ക പള്ളിക്ക് നീണ്ടൂർ സെന്റ് തോമസ് ദേവാലയത്തിന് രണ്ടിനും ഇയാൾ എഴുതി കൊടുത്ത ഭൂമിയിൽ ചരിത്രം പഠിക്കും. കേരളത്തിന്റെ ചരിത്രം പഠിക്കാൻ മുസ്ലിം എഴുതി കൊടുത്തതാ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ പാരമ്പര്യം. കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്, ഇന്ത്യക്കുമുണ്ട് ഒരു പാരമ്പര്യം. മുസ്ലിം സമൂഹമെന്നോ അമുസ്ലിം സമൂഹമെന്നോ നോക്കാതെ കൊണ്ടും കൊടുത്തുമുള്ള ഒരു സംസ്കാരമുണ്ട്. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചില്ലേ? 13 കൊല്ലം ഗീത എന്ന് പറയുന്നൊരു പെൺകുട്ടി വഴിതെറ്റിപ്പോയി പാകിസ്ഥാനിലേക്ക്. ബദരയാണ്, ഓയാണ്, പണ്ടും സംസാരിക്കാനും കഴിയില്ല, കേൾക്കൂല. അങ്ങനത്തെ ഒരു കുട്ടി പാകിസ്ഥാനിൽ പെട്ടു. വണ്ടി മാറിക്കയറിപ്പോയത് ആ പെൺകുട്ടി അവിടെ പെട്ടു. ആ പെൺകുട്ടിയെ പോറ്റി വളർത്തി സത്താർ ഈദിയും ഭാര്യ ബിൽക്കീസ് ബാനുവും 13 കൊല്ലം ആ കുട്ടിയെ പോറ്റിയവര്. ഈദി ഫൗണ്ടേഷന്റെ കീഴിൽ കുട്ടിക്ക് വസ്ത്രവും വെള്ളവും ഭക്ഷണവും ഭക്ഷണവും ഒരു പെൺകുട്ടിക്ക് അർഹതപ്പെട്ടതൊക്കെ കൊടുത്ത് വളർത്തി. അവസാനം ഈ കുട്ടി ഇന്ത്യക്കാരിയാണെന്ന് അവളുടെ ഭാവങ്ങളിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഇന്ത്യക്കാരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഇന്ത്യ മഹാരാജ്യത്ത് കൊണ്ടുവന്ന ബന്ധുക്കളെ കയ്യോടെ പിടിച്ചേൽപ്പിച്ചു കൊടുക്കുവാൻ ഈദി ഫൗണ്ടേഷനുകൾ വന്നപ്പോ ഈ പെണ്ണിന്റെ കഥ കേട്ടപ്പോ ഈ ചരിത്രം മനസ്സിലാക്കിയപ്പോ നമ്മുടെ രാജ്യത്ത് വർഗീയതയ്ക്ക് കൂടും പാവം പകരുന്ന പാർട്ടിയുടെ നായകൻ നമ്മുടെ പ്രധാനമന്ത്രി പോലും 1 കോടി രൂപ ഈദി ഫൗണ്ടേഷന് വേണ്ടി നീക്കിവെച്ചു. നിങ്ങൾക്ക് പാരിതോഷികം തരാം, ആ പെണ്ണിനെ സംരക്ഷിക്കുന്ന 1 കോടി. സത്താർ ഈദിയും ഭാര്യയും പറഞ്ഞു, ഞങ്ങൾ നാണയത്തൊട്ടുകൾ കണ്ടുകൊണ്ട് പെണ്ണിനെ സംരക്ഷിച്ചിട്ടില്ല. ഞങ്ങളൊരു മനുഷ്യത്വം കാണിച്ചു. ദൈവത്തിൽ നിന്ന് പ്രീതി വേണ്ടി, ദൈവപ്രീതിക്ക് വേണ്ടി 1 കോടി രൂപ പുറങ്കാല് കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്കത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം മതി എന്ന് പറഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി അമുസ്ലിമായിട്ടും ആണത്തത്തോടെ ആ പെൺകുട്ടിക്ക് മതസൗഹൃദത്തോടു കൂടി സംരക്ഷണം കൊടുത്ത ഒരു സമൂഹം അത് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിട്ടുണ്ട്. അവിടെയാണ് മനുഷ്യത്വം. അതാണ് മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃക. നിങ്ങൾ കണ്ടില്ലേ, ചെന്നൈ പ്രളയത്തിൽ മുങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഗീതയും മോഹനും ഈ സമൂഹത്തിൽ കാണിച്ച ഒരു മാതൃകയുണ്ട്. അത് ആശാസ്യമോ അനാശാസ്യമോ എന്നല്ല ഞാൻ പറയുന്നത്. മോഹന്റെ ഭാര്യ ഗീത പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു രക്ഷയുമില്ല. സോഷ്യൽ മീഡിയ വഴി സന്ദേശം അയച്ചു. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? സോഷ്യൽ മീഡിയ വഴി സന്ദേശം അയച്ചപ്പോൾ ആ സന്ദേശം കിട്ടിയ ഒരു ഡോക്ടർക്ക് മുഹമ്മദ് യൂനുസ് അത് കണ്ടിട്ട് തന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ഫൈബർ ബോട്ട് സംഘടിപ്പിച്ചുകൊണ്ട് 5 മണിക്കൂർ പരിശ്രമിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി മരിച്ചേക്കാവുന്ന ഒരു പൂർണ്ണ ഗർഭിണിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി എത്തിച്ചു. കഴിഞ്ഞ മാസം ഡിസംബർ 5 ആ കുഞ്ഞ് പിറന്നു. 5-ാം തീയതി പിറന്ന കുഞ്ഞിന് ജീവൻ രക്ഷിച്ച മനുഷ്യന്റെ പേര് പെൺകുട്ടിക്ക് യൂനുസ് എന്ന് പേരിട്ടു ആ ദമ്പതികൾ. എന്താണ് അങ്ങനെ ഇടാൻ കാരണം? പെണ്ണിനെന്തുകൊണ്ട് യൂനുസ് എന്ന് ചോദിച്ചപ്പോ ഈ ഗീത പറഞ്ഞ മറുപടി, മോഹൻ പറഞ്ഞ മറുപടി, മരിച്ചു പോകുമായിരുന്ന എന്നെ രക്ഷപ്പെടുത്തിയത്, ഞങ്ങളെ കുടുംബം വെള്ളത്തിൽ ആണ്ടു പോകുമായിരുന്നു ഈ കുഞ്ഞും ജീവൻ തിരിച്ചു തരാൻ മാലാഖയെ പോലെ വന്ന മനുഷ്യന്റെ പേര് ഞങ്ങളെ മക്കൾ കിട്ടാൻ അതല്ലേ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഒരു മാനവികത നോക്ക് നിങ്ങൾ, അതിന്റെ ഒരു മനുഷ്യത്വം നോക്ക്. ആ മനുഷ്യത്വത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് മനുഷ്യന്റെ നെഞ്ചിപ്പുറത്ത് സമൂഹത്തിൽ അപകടമുണ്ടാക്കണോ? നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. ആ മാനവികതക്കെതിരെ സമൂഹത്തിൽ അപകടമുണ്ടാക്കണോ? ഇപ്പൊ ശരിക്കും നമ്മുടെ രാജ്യത്ത് നമ്മളെ പ്രകോപിതരാക്കി, നമ്മളെ അപകടകാരികളാക്കി, നമ്മളും ഒരു തീവ്രവാദികൾ IS-നെ പോലെ ആകണമെന്ന് മോഹിക്കുന്ന ആൾക്കാരുണ്ട്. അതിനാണ് ബീഫ് തിന്നുന്നവനെ അടിച്ചുകൊല്ലുന്നത്. തിന്നുവെന്ന് പറഞ്ഞ് അടിച്ചുകൊന്നു, ബീഫ് കടത്തുന്നവൻ അടിച്ചുകൊന്നു. പോരാ, നമ്മുടെ രാജ്യത്ത് ബീഫ് കഴിക്കുന്നവൻ പുറത്തു പോകണമെന്ന് വരെ പറഞ്ഞു. എന്താണ് ഇതിന്റെയൊക്കെ തത്വശാസ്ത്രം? തത്വശാസ്ത്രം ഒന്നേ ഉള്ളൂ, മുസ്ലിങ്ങൾ പ്രകോപിതരാകണം, നമ്മൾ ഭീകരവാദികളാണെന്ന് വരുത്തി തീർക്കണം, എന്നിട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് മുടക്കണം. അവിടെയാണ് പണ്ഡിത സാന്നിധ്യം. ഈ സംയമനത്തിന്റെ നൂൽബന്ധം ഒരിക്കലും തകരാൻ പാടില്ല. നമ്മൾ എടുത്തു ചാടാൻ പാടില്ല. അവിവേകികൾ എന്ത് ചെയ്താലും ശരി, അവന്റെ അവിവേകം നമ്മളിലേക്ക് വരാൻ പാടില്ല. നമ്മൾ ശരിക്കും വിവേകം മാത്രം കാണിക്കണം. ഇവര് പലതും ചെയ്യും. സുധീന്ദർ കുൽക്കർണി ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പോയിന്നുള്ളൂ, അയാളെ കരിയോയിൽ ഒഴിച്ച് പത്രം നിങ്ങൾ കണ്ടല്ലോ. പാകിസ്ഥാനിലെ മുൻ വിദേശകാര്യമന്ത്രി ഖുർഷിദ് മഹ്മൂദ് സിംഗ് ഖുർഷിദിന്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കൊണ്ടുവന്നു. അയാളെ കൊണ്ടുവന്നു എന്നുള്ള ഒറ്റ കുറ്റം ഖുർഷിദ് മഹ്മൂദ് ഖസൂരിൽ തെറ്റിച്ചിട്ടില്ല. അയാളുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കുൽക്കർണി പോയി എന്ന കാരണത്താൽ ആ മനുഷ്യന്റെ മുഖത്തേക്ക് ആകെ തെളിച്ചു കരിയോയിൽ. നൈതറെ ഹോക്ക് നോറെ ഡോ എന്ന് പറയുന്ന പുസ്തക പ്രകാശനത്തിൽ കരിയോല് തേച്ചുകൊണ്ടൊരു മനുഷ്യൻ വരുന്ന രംഗം പത്രത്തിന്റെ 1-ാം പേജിൽ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഖമല്ലേ ഇവർക്ക് വികൃതമാക്കിയത്? ഇന്ത്യയുടെ മതേതരത്വത്തെ വികൃതമാക്കുന്ന സമൂഹത്തോട് നമ്മൾ എന്തു ചെയ്യണം? നിങ്ങൾ പണ്ഡിതന്മാർ ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കണം.
അവരൊരുപക്ഷെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിനെ ആരോ തെറ്റായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ജാതിയും മതവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചർച്ചയാണ്. വി കെ സിംഗ് എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട മന്ത്രിയാണ് നമ്മുടെ രാജ്യത്ത് ദലിതുകളെ പട്ടികളോട് ഉപമിച്ചത്. പാവം ചെറിയ കുട്ടികൾ മരിച്ചപ്പോ നിങ്ങൾക്കറിയില്ലേ, 2.5 വയസ്സുള്ള വൈഭവെന്നും 14 മാസം പ്രായമായ ദിവ്യ എന്നേയും കുട്ടി സവർണർമാര് കോളനി ചുട്ടരിച്ചപ്പോ അവർണർമാരായി കുട്ടികളടക്കം ദലിതർ വെന്തു മരിച്ചു. ഈ 2 കൊച്ചുകുട്ടികൾ എന്ത് തെറ്റാ ചെയ്തത്? അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മന്ത്രി പറയുന്ന എന്താ? പട്ടികളുടെ കാര്യം ചർച്ച ചെയ്യുന്ന പോലെയാണ് അദ്ദേഹം എടുത്തത്. ആ വാക്ക് തന്നെ ഉപയോഗിച്ചു. ഹരിജനങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. ഒരിക്കലും മനുഷ്യനെ വർണ്ണത്തിന്റെ വർഗത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ അള്ളാഹുവിന്റെ പരിശുദ്ധതയും നമ്മൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുമ്പോഴും സ്വച്ഛ ഭാരത് പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹം ഈ രാജ്യത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കണമെന്ന് ഇടക്കിടക്ക് പറഞ്ഞപ്പോ, അതിനുവേണ്ടി ക്യാമ്പയിൻ ആചരിച്ചപ്പോ, അതിനുവേണ്ടി പുതിയ മുദ്രാവാക്യം കൊണ്ടുവന്നപ്പോ, അതിനുവേണ്ടി ഖജനാവിലെ പണം കയറിച്ചപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി പറഞ്ഞു, തെരുവിലല്ല മാലിന്യം, മനുഷ്യൻസിലാണ് മാലിന്യം. ഇന്ത്യയിൽ മാലിന്യത്തിന്റെ മനസ്സുള്ള ചില ആളുകളുടെ മനസ്സിനെ മാലിന്യം വലിച്ചു പുറത്തിട്ടാൽ ഇന്ത്യ ശുദ്ധീകൃതമാകും. ആണത്തമുള്ള മറുപടി, ആണത്തമുള്ള പ്രസ്താവന. നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ പോലും അർഹതപ്പെട്ട ആളുകൾക്ക് നിഷേധിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. 40-ലധികം സാഹിത്യകാരന്മാർ, 40-ലധികം ചിന്തകർ, ബുദ്ധിജീവികൾ കിട്ടിയ അവാർഡ് തിരിച്ചു കൊടുത്തു. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. അവിടെ നമുക്ക് ഏറ്റവും പ്രതീക്ഷ. ഇതൊക്കെ മനസ്സിലാക്കുന്ന മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന ആർട്ടിക്കിൾ 21 കൃത്യമായി പറഞ്ഞു, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ സെക്യൂരിറ്റി. ഈ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ സെക്യൂരിറ്റി എവിടെ പോയി? ജീവിതത്തിൽ എവിടെ സുരക്ഷിതത്വം? പേഴ്സണൽ സെക്യൂരിറ്റി എവിടെയാ? അതൊക്കെ നഷ്ടപ്പെടുന്ന രാജ്യത്തൊരു സമൂഹം ജീവിക്കുമ്പോൾ അതിന്റെ അരാജകത്വം ആരാ നോക്കേണ്ടത്? അത് തകരുമ്പോൾ രാജ്യത്തെ രക്ഷിക്കേണ്ടതാരാ? അധികാരം കയ്യിലുള്ളവർ. അതാണ് സമൂഹം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശത്രുവിനെ പോലും നീതി കൊടുത്ത മതമാണിത്. ഒരാളോടും വിദ്വേഷം തീർക്കാൻ പാടില്ല. യുദ്ധം പോലും പവിത്രമാക്കിയൊരു മതം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യുദ്ധതന്ത്രം ശത്രുവിനെ നശിപ്പിക്കലല്ല, യുദ്ധം ആദർശത്തിന്റെ വിജയമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല യുദ്ധമുഖത്ത് നിൽക്കുമ്പോ തന്റെ കൂട്ടത്തിൽപ്പെട്ട പ്രിയപ്പെട്ട ഒരു സ്വഹാബി ശത്രുവിന്റെ പക്ഷത്തു നിന്നും മുസ്ലിങ്ങൾക്ക് ഏറെ തലവേദന ഉണ്ടാക്കിയ ഒരു മനുഷ്യന്റെ തല പിടിച്ചറുത്തുകൊണ്ട് മുടിയിൽ തൂക്കിപ്പിടിച്ചു കൊണ്ടുവന്ന രംഗം ഹദീസിന്റെ കിതാബിലും ചരിത്രത്തിലുമില്ലേ? അതെടുത്തുകൊണ്ട് വന്നുകൊണ്ട് തൂക്കിപ്പിടിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല പറഞ്ഞൊരു മറുപടി ഉണ്ട്, ലാ യുഹ്മൽ അലയ്യ റഅസും ബഅദൽ യൗം. ചെയ്തത് ചെയ്തു, ഇനി ഇങ്ങനൊരു സംഗതി എന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ചെയ്തത് ശരി. അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, വഹും യഫ്അലൂന ബിനാ ദാലിക്. അവര് നമ്മളോട് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് അമീറുൽ മുഅ്മിനീൻ. മഹാനവറുകൾ തിരിച്ചു ചോദിച്ച മറുപടിയുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് പേർഷ്യയുടെ സംസ്കാരമോ റോമിന്റെ സംസ്കാരമോ അതോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കാരമോ? നമ്മുടെ സംസ്കാരം അതല്ല. നമ്മളൊരിക്കലും ശത്രുവിനെ ചിത്രവധം ചെയ്യാൻ പാടില്ല. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചൊരു മതത്തിന്റെ അനുയായികൾ ഈ ഇസ്ലാമിനെ പാടെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ, നിങ്ങളുടെ ഡ്യൂട്ടി വർദ്ധിച്ചിരിക്കുന്നു. ഇന്നലത്തെ പോലെയല്ല. ദഅവത്തിന്റെ മേഖല വെട്ടിത്തുറന്നുകൊണ്ട് സമൂഹത്തിന് ദീനെന്തെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ദീനിനെ തമസ്കരിക്കും. സോഷ്യൽ മീഡിയകൾ വഴിയും പ്രിന്റഡ് മീഡിയകൾ വഴിയും വിഷ്വൽ മീഡിയകൾ വഴിയും നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിനെ ധാരാളം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടെ സാങ്കേതിക സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിയപ്പോൾ സന്തോഷം തോന്നി, ഷഹാദ നിങ്ങൾ വാങ്ങി. നേരെ മറിച്ച് ശരിക്കുള്ള സനദ് നിങ്ങൾക്ക് കിട്ടി. രണ്ടിന്റെ ഭിന്നതയിൽ നിങ്ങൾക്ക് നിങ്ങളെ ശേഖ പഠിപ്പിച്ചു തന്നു. അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാൻ കെൽപ്പുള്ളവരാകണം. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വിറ്റി, ഫെർട്ടേണിറ്റി. ഇത് 4 തകർന്നാൽ ഇന്ത്യ തകരും എന്ന് നമ്മുടെ സമൂഹത്തോട് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ അതേ പറയുന്നുള്ളൂ. ഇത് 4 തകർന്നാൽ ജസ്റ്റിസ്, നീതി, ലിബർട്ടി, സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി എന്ന് പറയുന്ന സമത്വം, ഫെർട്ടേണിറ്റി എന്ന് പറയുന്ന സൗഹൃദം, ഇത് 4മാണ് ഇന്ത്യൻ ഭരണഘടന 4 തൂണ്. ആ 4 തൂണുകളിൽ ഏതെങ്കിലും ഒന്ന് തകർന്നാൽ ഇന്ത്യ തകരുമെന്ന് വിളിച്ചു പറയണം നമ്മൾ. അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിനൊന്നുമല്ല ആളുകൾക്ക് ഇന്ന് താല്പര്യം. സാംസ്കാരിക നായകന്മാർക്ക് അതിലല്ല താല്പര്യം. ഇന്ത്യ തകരുന്നതിന് കുറച്ചാളുകൾ അവാർഡുകൾ തിരിച്ചു കൊടുത്തെന്ന് ഒഴിച്ചാൽ ചർച്ച വഴിമാറ്റുന്ന ആളുകളെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ, ഇപ്പൊ നമ്മുടെ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ച എന്താ? ഇപ്പൊ തോന്നുന്നു സ്ത്രീ പുരുഷ സമത്വം, ആണും പെണ്ണും ഒന്നാണ്. എവിടെ നോക്കിയാലും ഈ വൃത്തികെട്ട ചർച്ചകളാണ്. ഒരിക്കലും അംഗീകരിക്കാത്ത ചർച്ചകൾ, ഒരു മതവും അംഗീകരിക്കാത്ത ചർച്ച. ഇസ്ലാം എന്നല്ല ഒരു മതവും അത് അംഗീകരിക്കില്ല. സ്ത്രീയും പുരുഷനും എങ്ങനെ തുല്യമാകും? സ്ത്രീയും പുരുഷനും ജീവിതത്തിൽ തുല്യരല്ല. എന്തുകൊണ്ട്? പിറവി മുതൽ അവരെ ജീവിതം ശരിക്കും പരിശോധിച്ചാൽ അതല്ലേ സമത്വ കേരള ജമിയത്തിലും ഇടപെട്ടത്. ലിംഗസമത്വം എന്ന ഒന്നില്ല എന്ന് സമത്വ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു പഴഞ്ചത്വമാണ് പറയുന്നത്, സമൂഹത്തെ പുറകോട്ട് നയിക്കുകയാണ് സമത്വ എന്നൊക്കെ പറഞ്ഞു ചിലർ. 100% സമത്വ കേരള ജമിയത്തിൽ പറഞ്ഞത് ശരിയാണെന്താ കാരണം? ലിംഗസമത്വം എന്നൊന്നില്ല. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ഈ സദസ്സിലാരെങ്കിലും വിശ്വഗുരന്മാരുണ്ടെങ്കിൽ, ഡോക്ടർമാരുണ്ടെങ്കിൽ, ആ കുഞ്ഞ് ആണും പെണ്ണുമാണെങ്കിൽ ഉള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കട്ടെ.
തലച്ചോറിന്റെ അളവിലാണ് വ്യത്യാസമുണ്ട്, തൂക്കത്തിലാണിനും പെണ്ണിനും വ്യത്യാസമുണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പടച്ചുറപ്പ് കൊടുക്കുന്നതാണത്. നീളത്തിൽ വ്യത്യാസമുണ്ട്. അപൂർവം ചില മാറ്റങ്ങളൊക്കെ കണ്ടേക്കാം. ഈ കൂടി നിൽക്കുന്ന മനുഷ്യര് സാധാരണക്കാരായ ആളുകളുണ്ട്. ഒരു സാധാരണ മനുഷ്യന് അവന്റെ ശരീരത്തിൽ പുരുഷനാണെങ്കിൽ അവന് കൃത്യമായി വേണ്ടത് 5 ലിറ്റർ മുതൽ 6 ലിറ്റർ രക്തമാണ്. നമ്മുടെയൊക്കെ ദേഹത്ത് 5 ലിറ്റർ മുതൽ 6 ലിറ്റർ രക്തമുണ്ടാകും. എന്നാൽ നമ്മുടെ ഭാര്യമാരുടെ പെൺമക്കളുടെ ദേഹത്തിലോ 4 മുതൽ 5 ലിറ്റർ വരെ രക്തമേ ഉണ്ടാകൂ. ഞങ്ങൾക്കെന്തേ 1 ലിറ്റർ കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടി പിടിച്ചിട്ട് ഫലമില്ല, പടച്ചടപ്പത്രേ തന്നിട്ടുള്ളൂ. ആ കാര്യത്തിൽ ഒരു ചിന്തയും നിങ്ങൾ പുലർത്തണ്ട. അത് പ്രകൃതിദത്തമാണ്, അങ്ങനെ തന്നെയാണ്. എനർജി റിക്വയർമെന്റ്. ഒരു ദിവസം ഒരു മനുഷ്യന് ജീവിക്കാൻ എത്രയാ വേണ്ടത്? സാധാരണ നമുക്കൊക്കെ സാധാരണ ജോലി ചെയ്ത് നമുക്കൊക്കെ 2200 കിലോ കലോറി വേണം. ഒരു പെണ്ണിന് അത്ര വേണ്ട. ഒരു പെണ്ണിന് 1800 കിലോ കലോറി മതി. നല്ലവണ്ണം അധ്വാനിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ അവന് 3000 കിലോ കലോറി വേണം ഒരു ദിവസത്തേക്ക്. പെണ്ണിനോ എത്ര അധ്വാനിക്കുന്ന പെണ്ണാണെങ്കിലും 2400 കിലോ കലോറി മതി. എന്തേ വ്യത്യാസം? ആ വ്യത്യാസം യഥാർത്ഥ വ്യത്യാസം തന്നെയാണ്. ഭാര്യയെ കൊണ്ടുപോയി നാളെ നിങ്ങൾ ഒരു രക്തപരിശോധനാ കേന്ദ്രത്തിൽ പോയി നോക്കൂ. ഹീമോഗ്ലോബിന്റെ അളവ് മുതൽ സെൽ കൗണ്ട് വരെ വ്യത്യാസമുണ്ടാവും. അത് പടച്ചറപ്പ് നൽകിയ വ്യത്യാസമാണ്. സ്ത്രീയും പുരുഷ പ്രകടമായ വ്യത്യാസമുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ സംരക്ഷകർ തന്നെയാണ് പരിശുദ്ധതയും പഠിപ്പിക്കുന്നത് എന്ന് കരുതി സ്ത്രീയെ പീഡിപ്പിക്കലോ സ്ത്രീ അടിച്ചമർത്തലോ അല്ല ഇസ്ലാം പറയുന്നത്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കേൾപ്പുള്ളവർ പുരുഷന്മാരാ. 1.25 ലക്ഷം പ്രവാചകന്മാരെ പടച്ചറപ്പയച്ചപ്പോ ഒറ്റ നബിച്ചിയെ പറഞ്ഞയച്ചില്ല. ഒരു വനിതാ പ്രവാചക വന്നില്ലല്ലോ. ഗവർണർമാരെ ലോകത്ത് ഒരുപാട് നിയോഗിച്ചു. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. ഒരൊറ്റ ഗവർണർ പെണ്ണ് വന്നില്ലല്ലോ. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ പഠിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ നോക്കൂ, പെണ്ണെങ്ങനെ പുറത്തിറങ്ങണം, പെണ്ണെങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എന്നൊക്കെ പരിശുദ്ധ ദീൻ വളരെ കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ചില്ലേ? ഇതൊക്കെ സമൂഹത്തിലുണ്ടാക്കിയതാര? വിശ്വാസം വഴിപിഴപ്പിച്ചവർ. നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്. പെണ്ണിനെ പള്ളിയിലേക്ക് വിളിച്ചവർ സമത്വത്തിന്റെ പേരാ പറഞ്ഞത്. പെണ്ണിനെ ജുമഅക്ക് വിളിച്ചവർ സമത്വത്തിന്റെ പേരാ പറഞ്ഞത്. അവിടെയാണ് സമത്വയുടെയും നേരായ പ്രവർത്തനം. നിങ്ങളുടെ മുദ്രാവാക്യമുണ്ടല്ലോ, ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ നേർവഴിയിലേക്ക്, ആ നേരിന്റെ പാതയിൽ നിന്നുകൊണ്ട് നേർവഴി നിൽക്കുന്ന ആളുകൾ നേർവഴി വ്യതിചലിച്ചപ്പോഴാണ് ഈ ചർച്ചയൊക്കെ സമൂഹത്തിലുണ്ടായത്. സമത്വ പറഞ്ഞു പെണ്ണ് പള്ളി പോകേണ്ട. എന്താ കാരണം? പെണ്ണ് പള്ളിയിൽ പോകുന്നത് സ്വാതന്ത്ര്യം തെളിയിക്കാനല്ല. സ്വാതന്ത്ര്യം തെളിയിക്കാനാണെങ്കിൽ ഒരു പെണ്ണിന് പോകുന്ന വഴിക്കുന്ന പള്ളിയിൽ കയറുന്നത് കൊണ്ട് ഇസ്ലാമിലൊരു കുഴപ്പവുമില്ല. ശുദ്ധിയുണ്ടെങ്കിൽ പെണ്ണിന് പള്ളിയിൽ കയറാം. ശുദ്ധിയും സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ പള്ളിയിൽ കയറിക്കോട്ടെ. സമത്വ പറഞ്ഞിട്ടില്ല, കാരണം പക്ഷേ ജുമുഅക്കും ജമാഅത്തിനും പെണ്ണ് പള്ളിയിൽ വരണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സമത്വ പറഞ്ഞു വരേണ്ടതില്ല. ജുമുഅക്കും ജമാഅത്തിനും പോകുന്ന കൂലി കിട്ടാനാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ അള്ളാഹുവിന്റെ ദീൻ വിളിച്ചിട്ടുണ്ടോ നോക്കണം. അള്ളാഹു വിളിച്ചിട്ടില്ല, പ്രവാചകർ വിളിച്ചിട്ടില്ല. മാത്രമല്ല പ്രവാചക കാലഘട്ടത്തിൽ പ്രവാചകരെ ഇമാമാക്കി നിസ്കരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്ന പെണ്ണ് നേരിട്ട് നബി തങ്ങളോട് വന്ന് ഉമ്മുഹമ്മദ് ചോദിച്ചു, നബിയെ ഞാൻ നിസ്കരിക്കാൻ വരട്ടെ അങ്ങയുടെ കൂടെ? പരിശുദ്ധ പ്രവാചകർ അവളെ മോഹം തിരിച്ചറിഞ്ഞു. പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന് മസ്ജിദുൻ നബവിയാണ്, പ്രതിഫല വർധനമുള്ള പള്ളി. രണ്ടാമത്തേത് പരിശുദ്ധ പ്രവാചകരാണ് ഇമാം, ശ്രേഷ്ഠനായ ഇമാമ്. ആ പെണ്ണിനോട് നബി തങ്ങൾ പറഞ്ഞ വാചകം എന്താ? പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു കൊടുത്തു, ലഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത മഅി. നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ മോഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ് പെണ്ണിനെ ശരിക്ക് ബോധ്യപ്പെടുത്തിയിട്ട് അവസാനം പറഞ്ഞു കൊടുത്തു, ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന. പെണ്ണുങ്ങളുടെ ഏറ്റവും നല്ല പള്ളി വീട്ടിന്റെ ഉള്ളറയാണ്. കൃത്യമായിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തു. വീടിന്റെ ഉള്ളറയിലേക്ക് പെണ്ണിനെ ശരിക്ക് കൊണ്ടു ചെന്നാക്കി നബി തങ്ങൾ. അസ്മാ ബിൻത് യസീദ് ആ കാലഘട്ടത്തിലെ പ്രഗൽഭ വനിതയും നല്ല ഹദീസ് മനപ്പാടമുള്ള ജ്ഞാനിയായ പെൺകുട്ടിയുമാണ്. നബി തങ്ങളോട് വന്ന് വളരെയധികം മനോഹരമായിട്ട് ചോദിച്ചു. നല്ല ചോദ്യം. ആണുങ്ങളെല്ലാം കൂലിയും കൊണ്ടുപോയി ജമാഅത്ത് പോകുന്നു, ജമാഅത്തിന് പോകുന്നു, യുദ്ധത്തിന് പോകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന കൂലി ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾ എന്തു ചെയ്യണം? എന്താ ചോദ്യത്തിന് മറുപടി? പരിശുദ്ധ പ്രവാചകൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു, ചോദ്യം നല്ലത്, നിന്റെ ബുദ്ധി അപാരം. നീ എല്ലാ പെണ്ണുങ്ങളോടും പോയി പറവണ്ണേ. പുകഴ്ത്തിക്കൊണ്ട് നബി തങ്ങൾ ആ പെണ്ണിന്റെ ചോദ്യം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്ന ത്വാഅത സൗജി വഅ്തിറാഫൻ ബിഹഖിഹി അദ്ലു ദാലിക്. നീ ചോദിച്ച ചോദ്യത്തിലെ അതേ കൂലി ഭർത്താവിനനുസരിച്ചുകൊണ്ട് വീട്ടിൽ നിന്നാൽ പെണ്ണിന് വീട്ടിൽ കിട്ടും. കൃത്യമായിട്ട് വീട്ടിൽ കിട്ടും. പെണ്ണ് പള്ളിക്ക് ജമാഅത്തിന് പോണ്ട. നമ്മളൊക്കെ ഇത് കീർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പള്ളി പോകും. ആ സുഖം നമുക്ക് തന്നാൽ. എന്റെ ഉസ്താദ് നേരത്തെ റോസലിക്ക് ഉസ്താദ് അദ്ദേഹം പറഞ്ഞല്ലോ ജമാഅത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. അതിന് വല്ല ഇളവും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒഴിവായി പോകൂലേ? പെണ്ണിനായ ഇളവ് കൊടുത്തു, അതാ സ്വാതന്ത്ര്യമല്ലേ?
ഉമ്മിമത്ത് അബ്ദുൽ ഉമ്മുമത്തും തങ്ങൾ നബി തങ്ങളോട് വന്നിട്ട് ചോദിച്ചല്ലോ, നബിയെ ഞാൻ അന്ധനാണ്, കാഴ്ചയില്ല, ബ്ലൈൻഡാ, എനിക്ക് പള്ളിയിൽ വരുന്നതിന് വിളവുണ്ടോ? ആ തെച്ചുതുളി റൊക്സ. നബി തങ്ങൾ ഒറ്റ ചോദ്യമാണ് ആദ്യം ചോദിച്ച ചോദ്യം, ആ തസ്മഉന്നിദാ, നിന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുമോ? കേൾക്കും. എന്നാൽ ഇന്നില്ല അജ്ദുലക റൊക്സ, നിനക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഞാൻ കാണുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ എന്ന് പറയുന്ന ഒരു ഔറത്താണ്, അത് അങ്ങനെ തന്നെ നിൽക്കണം. അങ്ങനെ തന്നെയാണ്. എത്രത്തോളം അതിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ച പൂർവ്വകാല വനിതകളെ കുറിച്ച് ഇസ്ലാം പറയുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ കയ്യിൽ നിന്ന് 2000 പല ഹദീസ് നിവേദനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ നബി തങ്ങൾ ആ ഒരൊറ്റ പരമോദ്ദേശ്യപ്രകാരം വിവാഹം കഴിച്ച ആയിഷ ബീവി റളിയല്ലാഹു തആല തന്റെ ഭർത്താവാകുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളും പിതാവാകുന്ന സിദ്ദീഖ് തങ്ങളും മരിച്ചപ്പോ ആ റൗള കേൾക്കുന്ന സ്ഥലത്തേക്ക് പലപ്പോഴും വസ്ത്രം ശരിയാക്കാതെ കടന്നു പോകാറുണ്ടായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിലേക്ക് കടക്കും വസ്ത്രം ശരിയാക്കാതെ, കാരണം ഇന്നമാഹുവ സൗജി വ അബി, അതെന്റെ ബാപ്പയും എന്റെ ഭർത്താവും അല്ലേ. എന്നിട്ട് മഹദി പറഞ്ഞൊരു വാചകണ്ട്, ഫലമ്മാ ദുഫിന ഉമറു മഅഹും, മഹാനായ ഉമർ റളിയല്ലാഹു തആല അവരുടെ കൂടെ അവിടെ മറമാടപ്പെട്ടപ്പോൾ, ഫവല്ലാഹി മാ ദഖൽതു, പടച്ചവനാണ് ഞാൻ ആ റൗദയുടെ ഉള്ളിലേക്ക്, അഥവാ അവര് 3 പേരും മറപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. ഇല്ലാ വഅന മസ്തൂദത്തുൻ തിയാബി, ഞാൻ എന്റെ വസ്ത്രം ശരിക്ക് നന്നായി ബന്ധിച്ചിട്ടല്ലാതെ, ശരിക്ക് വസ്ത്രമെടുത്ത് ഔറത്തൊക്കെ പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ. കാരണം എന്താ? ഹയാ അമ്മിൻ ഉമർ, ഉമർ റളിയല്ലാഹു തആല അവിടെ കിടക്കുന്നുണ്ട്. ഉമർ തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, മരിച്ചു കിടക്കുന്ന ഉമർ തങ്ങളെ മാനിച്ചുകൊണ്ട് അന്യ പുരുഷൻ എന്ന രീതിയിൽ വസ്ത്രം മാന്യമായി ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ മഹദിയായ ആദ്യ തലമുറയുടെ പെൺകുട്ടി സമൂഹത്തിന് പഠിപ്പിച്ചു തരുന്നു. അത് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംസ്കാരം മദീനയെ സമത്ത പറഞ്ഞത് വസ്തുതയാണ്. 90 വർഷക്കാലമായി ഈ സമൂഹത്തോട് ഈ ഉലമാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സത്യമാണ്. ആ സത്യസന്ദേശമാണ് സമത്വ സമൂഹത്തിന് പഠിപ്പിക്കുന്നത്. അതിൽ പഴഞ്ചത്വമുണ്ട്, അതിൽ തനിമയുണ്ട്, അതിൽ പുരോഗതിയുണ്ട്. അത്തിപ്പറ്റുസ്ഥാനെ കണ്ടിട്ടും കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരു ഭാഗത്ത് ദിക്ർ ഹൽക്ക, മറുഭാഗത്തോ ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, രണ്ടും ഒപ്പം തന്നെ. ഒരു കയ്യിൽ മതവും ഒരു കയ്യിൽ ഭൗതികതയും. ഇത്ര മനോഹരമായിട്ട് ആരെങ്കിലും കൊണ്ടു നടക്കോ? പഴമയിൽ കാര്യമുണ്ട് കൂട്ടരെ, പഴമയിൽ കാര്യമുണ്ട്. മജ്ലിസുൻ നൂർ ചൊല്ലിയപ്പോ, നമ്മൾ മജ്ലിസുൻ നൂർ ചൊല്ലാൻ തുടങ്ങിയപ്പോ ആ മജ്ലിസുൻ നൂർ സ്ഥിരമായി പങ്കെടുത്ത ഒരാള്, മധുരയിൽ പോയി ചികിത്സിച്ചിട്ട് കണ്ണു മാറാത്ത ഒരാള്, അബ്ബാസ് മുസ്ലിയാർ എന്ന് പറയുന്ന പാങ്ങുകാരൻ, അദ്ദേഹം ഈ മജ്ലിസുൻ നൂർ കൊണ്ട് എനിക്ക് കാഴ്ച കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മോട് വന്ന് വിവരം പറഞ്ഞു. എന്നെ കാണാൻ പോലും ആ സുഹൃത്ത് വന്നിരുന്നു എന്ന് കാണാൻ പറ്റില്ല. കാഴ്ച കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം വന്നെന്താ കാരണം? ഈ മജ്ലിസുൻ നൂർ, ആ മജ്ലിസുൻ നൂർ എന്ന് പറയുന്നത് അസ്മാഉൽ ബദറാണ്. പണ്ടുകാലം മുതലേ ചൊല്ലി വരുന്നത്. ഈ പഴമയിൽ ഗുണമുണ്ട്, ഈ പഴമയാണ് ഗുണം. മോയിൻകുട്ടി വൈദ്യര് തന്റെ ബദറുൽ കുബ്ര എഴുതിയപ്പോ അതിന്റെ ആമുഖം ഇങ്ങനെ കുറെ നീട്ടി എഴുതിയപ്പോ അതിന്റെ ആമുഖത്തിൽ പറഞ്ഞു, ഖാലിസായ കരുത്തുകൊണ്ട് വിളിച്ചു മൻബദരികളാ, ഖാലിസായ കരുത്തുകൊണ്ട് വിളിച്ചു മൻബദരികളാ, ഹാദിറുണ്ടൊരിടത്തിലും തൻ മുറാദ് പോഷണം ഹാസിലാ. ഓന്റെ മുറാദ് ഹാസിലാണ്. എവിടുന്ന് വിളിച്ചാലും ശരി. ഉള്ളുറപ്പിലൊരുത്തൻ കോനിൽ ബിഹക്കിഹിം ദുആ തേടുകിൽ, ബിരുത്തമേത് പൊശുത്തിലാകിലും കിട്ടും ഉത്തരം ആജിലായി. ഉത്തരം ആജിലായി കിട്ടുന്ന ഇത് വളരെ കൃത്യമായി സമൂഹത്തോട് പറഞ്ഞ മോയിൻകുട്ടി വൈദ്യര. ഞാൻ പറഞ്ഞു വരുന്നത്, പഴമയിൽ ഒരു തനിമയുണ്ട്. ആ തനിമ നിലനിർത്തി 90 വർഷമായി സമത്ത തകർക്കാൻ ആർക്കും പറ്റിയില്ല. നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതി വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. പഴയതിൽ പുതുമയുണ്ട്, ആ പഴമയിൽ തനിമയുണ്ട്. സ്വഹാബത്തിന്റെ മാനദണ്ഡം മാർഗമാണത്. അവരൊക്കെ എത്രത്തോളം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ താരീഖിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണമാസന്നമായ ഘട്ടത്തിൽ മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭദ്രമായി വെച്ചിരുന്നൊരു പെട്ടിയിലേക്ക് വിരൽ ചൂണ്ടി, ഫഖദ് അശാറ ഇലാ ഖിസാനതിഹി, നമ്മളൊക്കെ ഖജനാവിൽ പണമാ വെച്ചിട്ടുണ്ടാവുക, അദ്ദേഹത്തിന്റെ ഖജനാവിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടി. അദ്ദേഹത്തിന്റെ ഖജനാവിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടിയപ്പോൾ ആ വിരൽ ചൂണ്ടിയ ഖജനാവ് പോയി ഫതഹൂഹാ, അവരെ തുറന്നു, അഖ്റജൂ മിൻഹാ റിദാഅൻ ഖദീമാ, ഫഅഖ്റജൂ മിൻഹാ റിദാഅൻ ഖദീമാ, ഒരു പഴയ തട്ടം അതിൽ നിന്ന് പുറത്തെടുത്ത്, പണ്ടത്തെ ഒരു പഴയ തലയെ കിട്ടുന്ന തട്ടം, ആ തട്ടം എടുത്തുകൊണ്ട് അദ്ദേഹത്തെ കാണിച്ചു, ഇതിനാണോ നിങ്ങൾ കൈ ചൂണ്ടിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഫിനൂനി ബിഹാ, കഫിനൂനി ബിഹാ, അതുകൊണ്ട് നിങ്ങൾ എന്റെ കഫം പുടവയിൽ അത് വെക്കണമെന്ന് കഫൻ ചെയ്യുന്ന കൂട്ടത്തിൽ അതും കൂടി കൂട്ടിച്ചേർക്കണം. കാരണം ഫഇന്നീ ലഖീതു ബിഹൽ മുശ്രികീന യൗമ ബദർ, ബദറിന്റെ ഇടത്തിൽ മുശ്രിക്കീങ്ങളോട് സമരം ചെയ്തപ്പോ എന്റെ ദേഹത്തുണ്ടായിരുന്നു. ബദറിൽ പങ്കെടുത്തപ്പോ ഈ തുണി എന്റെ തലയിലുണ്ട്, അതെന്റെ കഫം പുടവയിലും വെക്കണം. വലഖദിദ്ദഖർതുഹു ലിഹാദൽ യൗം, ഇന്നേക്ക് വേണ്ടി ഞാനത് സൂക്ഷിച്ചു വെച്ചതാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. ആ കൃത്യത അത് ബദരീങ്ങളോടുള്ള മഹത്വം ബോധ്യമുള്ളതുകൊണ്ടാണ്. 1ാം തലമുറയിലെ പ്രോജ്വല സ്വഹാബത്ത് അള്ളാഹുവിന്റെ തിരുദൂതരിൽ നിന്ന് നേരിട്ട് ദീൻ കണ്ടും കേട്ടും മൗനാനുവാദം അനുഭവിച്ചും പഠിച്ചവർ.
അവരിതൊക്കെ ചെയ്യുമ്പോൾ നമുക്കെന്താ ചെയ്തൂടെ എന്നേ സമത്ത ചോദിച്ചുള്ളൂ. വാശിയില്ല, ഒരു വാശിയും സമത്ത കേരള ജമിയത്തുലമ പുറത്തിയിട്ടില്ല. ഈ സത്യം സമൂഹത്തിൽ പഴമയായി തന്നെ നിലനിൽക്കണം. എന്നാൽ പുതുമയെ സമത്ത് എതിർത്തിട്ടില്ല. ആധുനിക വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കുന്നില്ലേ? ടെക്നോളജിയിൽ ബിരുദമെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ? ഓക്സ്ഫോർഡ് രജിസ്റ്റർ വരെ തിരിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായില്ലേ? ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന കുട്ടികളുണ്ടായില്ലേ? ഒക്കെ ഉണ്ടെങ്കിലും കേവലം ഭൗതികത മാത്രമാക്കാതെ ആത്മീയതയും വേണമെന്ന് പഠിപ്പിച്ച ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ സാംസ്കാരികതയിലേക്ക് നമ്മുടെ സമൂഹത്തെ വഴി നടത്തണം. അവിടെ നമുക്ക് വേണ്ടത്, അതിനൊക്കെ നമുക്ക് വഴി നടത്താൻ പ്രേരണ നൽകിയ മഹത്തുക്കളുടെ മണ്ണായത്. പ്രത്യേകിച്ച് ഇവിടെ സ്മരി ഇവിടെ ഓർക്കുമ്പോ അതിനൊക്കെ നമുക്ക് നേതൃത്വം കൊടുത്ത വിജിഗീഷുവായ പണ്ഡിതൻ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവനെ ഒരിക്കലും മറക്കാൻ പറ്റൂല. നമ്മുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ എപ്പോഴും കാണുന്ന മനുഷ്യനാണ്. ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നു വരക്കല മക്കാമിൽ കടന്നുകൊണ്ട്. എനിക്കറിയാം, നമ്മുടെ സമൂഹത്തിന് പ്രശ്നമുണ്ടാകുമ്പോ, നമ്മുടെ സമൂഹത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോ എപ്പോഴും നമ്മളെ സഹായിക്കാൻ ഓടി വരുന്നൊരു മഹാമനുഷ്യൻ ഇന്നും നമുക്കുണ്ടെന്ന കരുത്ത് നമുക്കില്ലേ? നമ്മുടെ പ്രസംഗത്തിലും പ്രവർത്തനത്തിലും ഒക്കെ ആ കരുത്ത് നമുക്കുണ്ടല്ലോ. ഇവിടെ ഉണ്ടാകുമല്ലോ കണ്ണൂർക്കാര് കുട്ടികൾ. ചപ്പാരപ്പടവിലെ പെരുവണ പ്രദേശം മറക്കുമോ നിങ്ങൾ? എനിക്ക് മറക്കാൻ കഴിയില്ല. ആ പെരുവണ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മദ്രസ, നമ്മുടെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾ, ആ മുഅല്ലിമീങ്ങൾ അതിന്റെ സിലബസ് മാറ്റി. ദീൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ കമ്മിറ്റിയെ വഞ്ചിച്ചു. നമ്മുടെ കമ്മിറ്റിക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാകുന്ന, നമ്മുടെ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ ഏത് പ്രദേശത്ത് മദ്രസയും പള്ളിയും കയറ്റിയിട്ടിട്ട് അത് കുതിരത്തിന് പടച്ചടപ്പ് നടത്തിക്കോളെന്ന് കരുതി ഇവർ മാറി നിൽക്കും. കമ്മിറ്റി വിളിച്ചാൽ പോലും പോകില്ല. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങൾ ജോലി ചെയ്യുന്ന മഹൽ രംഗത്തിന്റെ പടച്ചോന്റെ കുതിരത്തോണ്ട് നടന്നോളുന്നേ. മറ്റവരാണെങ്കിലോ മരിച്ചുപോയവരെ ഹയാത്താക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കും കമ്മിറ്റിക്ക്. അങ്ങനെ അവർ ചെയ്യും. ആ രീതിയിൽ അവര് പ്രവർത്തിക്കുമ്പോൾ നമ്മളാളുകൾ തണുത്തു നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. അങ്ങനെ ഇവർ ഈ സിലബസ് പെട്ടെന്നൊരു ദിവസം മാറ്റി. സിലബസ് മാറ്റിയപ്പോൾ നമ്മുടെ ആളുകൾ ഓടിക്കൂടി അന്വേഷിച്ച് നോക്കുമ്പോഴോ സിലബസ് മാത്രമല്ല അതിന്റെ രജിസ്ട്രേഷൻ വരെ വേറെ മാറ്റി. അറിയാതെ രജിസ്റ്റർ ചെയ്തു മുഅല്ലിങ്ങളുടെ സഹായത്തോടു കൂടി. അപ്പോഴാണ് ഈ പ്രശ്നം ഉടലെടുക്കുന്നത്. ഈ കമ്മിറ്റി വളരെയധികം ഗൗരവത്തോടെ ചിന്തിച്ച് നേരെ തളിപ്പറമ്പിൽ വന്ന് അന്നത്തെ SYSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുല്ലക്കോയ തങ്ങളോട് വിവരം പറഞ്ഞു. മുല്ലക്കോയ തങ്ങൾ വിഷയം പഠിച്ചു. നേരെ ചെന്നു തളിപ്പറമ്പിലെ പ്രഗത്ഭനായ കൃഷ്ണൻ നായർ വീട്ടിലേക്ക്. അവിടുത്തെ പ്രഗത്ഭനായ വക്കീലിനെ ചെന്ന് കണ്ടു. തങ്ങളുടെ സുഹൃത്താ, വക്കീൽ കേസ് ഏറ്റെടുക്കുന്ന ഉറപ്പാ. സംസാരിച്ചു. എന്തോ വക്കീലെ നോക്കിയിട്ട് ആ കേസ് ഇത് എനിക്ക് താല്പര്യമില്ല, ഏതായാലും അവർ രജിസ്റ്റർ ചെയ്തു, ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വലിയൊരു മനപ്രയാസം വന്നു. വലിയ മനപ്രയാസം. ആ മനപ്രയാസം അവരോട് കാണിക്കാതെ അദ്ദേഹം അവരോട് പറഞ്ഞു, നാളെ നമുക്ക് പയ്യന്നൂരിൽ പോയി വേറെ വക്കീലിനെ കാണാം, നിങ്ങളിപ്പോ പൊയ്ക്കോ, നാളെ നേരം വിളിക്കട്ടെ. അന്ന് രാത്രി വേദനയോടുകൂടി തന്റെ സുഹൃത്ത് വക്കീൽ ഏറ്റെടുക്കാത്തതിന്റെ വിഷമത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ശൈഖുനാ ശംസുൽ ഉലമയുടെ പേരിൽ ഒരു യാസീൻ ഓതി കിടന്നുറങ്ങി. ഫാത്തിഹ ഓതി യാസീൻ ഓതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശൈഖുനായോട് കരഞ്ഞ് സങ്കടം പറഞ്ഞു. ശൈഖുനായോട് സംഗതികളൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ സുബഹി നിസ്കരിച്ച് ഖുർആൻ ഓതുമ്പോൾ അതാ ഒരു ഫോൺ കോൾ. നോക്കുമ്പോൾ വക്കീലാണ്. വക്കീൽ പറഞ്ഞു, തങ്ങളെ ഒന്ന് വരണം. തങ്ങൾ പോയപ്പോ വക്കീൽ പറഞ്ഞു, ആ കേസ് ഞാൻ ഏറ്റെടുക്കുകയാണ്. പുതിയ തലമുറക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കാം, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ഉടനെ തന്നെ വക്കീലത് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് സംശയം, ഇന്നലെ ആളുകളെയും കൂട്ടി വന്നപ്പോൾ ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞ കേസ് ഇപ്പം എങ്ങനെയാണ് പെട്ടെന്ന് ഏറ്റെടുക്കുന്നത്? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമയുടെ മഹത്തുക്കളാണ് അദ്ദേഹം പറഞ്ഞു. ശംസുലമയാണെന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി എന്റെ ബെഡ്റൂമിൽ ഒരാൾ വന്നു. സംസാരം ആരംഭിച്ചപ്പോഴേക്കും ഞാൻ ഉണർന്നു. ലൈറ്റിട്ട് നോക്കി ആരുമില്ല, ഞാൻ കിടന്നു. രണ്ടാമതും അദ്ദേഹം വന്നിരുന്ന് സംസാരം ആരംഭിച്ചു. അപ്പോൾ ഞാൻ ഉണർന്നു വീണ്ടും. ഇത്തവണ ആള് വന്നു എന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ ലൈറ്റിട്ടു പുറത്ത് കടന്നു. റൂമിന്റെ പുറത്തിറങ്ങി ഗേറ്റ് വരെ പോയി. ഭാര്യ വിവരമറിഞ്ഞു. അവളും ഉണർന്നു. എന്നെ കളിയാക്കി, ആരാ നമ്മുടെ ബെഡ്റൂമിൽ ഈ രാത്രി വരുന്നത്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ആകെ അവളെന്നെ കളിയാക്കി. ഞങ്ങൾ രണ്ടുപേരും കുറെ സമയം ചർച്ച ചെയ്തിരുന്നു. അവസാനം ഉറങ്ങി. നല്ല ഗാഠനിദ്ര. അപ്പോൾ അദ്ദേഹം മൂന്നാമതും വന്നു. വന്നിട്ട് അദ്ദേഹം സ്വപ്നത്തിൽ, ഇപ്പൊ സ്വപ്നത്തിൽ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് സ്വപ്നം കാണാനായിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവരിതൊക്കെ സ്വപ്നം കാണുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ് ഇതൊക്കെ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. എന്നോട് ആ കേസ് ഏറ്റെടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ആത്മീയമായ കരുത്ത് തന്നിട്ടുണ്ടെന്ന് അർത്ഥം. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ ആള്? വക്കീൽ പറഞ്ഞു, അബദ്ധം പറ്റിപ്പോയി. 3 തവണ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഓർത്തുകൊണ്ട് ഞാൻ പേര് ചോദിച്ചില്ല. പക്ഷേ ആകാരം എനിക്ക് വിശദീകരിക്കാൻ പറ്റും. തൊപ്പി, അതിനെ ചുറ്റിക്കെട്ട്, നീണ്ട താടി, നീളംകുപ്പായം, കള്ളിമുണ്ട്, ഒരു രുദ്രാക്ഷമാല പോലത്തെ കറുത്ത വലിയ മാല, അറ്റം വളഞ്ഞ വടി, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് ബോധ്യായി. വിദ്യാഭ്യാസ ബോർഡ് പ്രസിദ്ധീകരിച്ച സ്മരണികയുണ്ട്. ഖുവ്വത്തുൽ ഇസ്ലാമിൽ പോയി അത് എടുത്തുകൊണ്ട് വന്ന് വക്കീലിനെ കാണിച്ചപ്പോൾ വക്കീൽ എഴുന്നേറ്റിട്ടാണ് ഇയാൾ തന്നെ എന്ന് പറഞ്ഞത്. ഈ മനുഷ്യൻ ഇന്നലെ രാത്രി എന്റെ ബെഡ്റൂമിൽ വന്നു, എനിക്ക് ഉറപ്പുണ്ട്. ഈ സംഭവം അദ്ദേഹം ഈ കേസ് ഏറ്റെടുക്കാൻ പ്രേരണയുള്ള കാര്യമായി ഗണിച്ചു. ആത്മീയമായ കരുത്തുകൊണ്ട് ആ കേസ് ഞാൻ തന്നെ നടത്തുമെന്ന് പറഞ്ഞു. നടത്തി. മദ്രസ തിരിച്ചു കൊടുത്തു. ആ മദ്രസ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഈ വിഷയം ബഹുമാനപ്പെട്ട തങ്ങൾ അന്ന് മലപ്പുറത്ത് സുന്നി അഫ്കാർ വാരിക അന്ന് മലപ്പുറത്ത് ഇപ്പൊ ചെലാരിയില്ല.
സുന്നി അഫ്കാർ വാരികയിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ഫോൺ കോൾ ചെയ്ത് വിഷയം പറഞ്ഞെന്നു കടലാസിൽ എഴുതി കൊടുത്തയച്ചു. നമുക്ക് എന്തുകൊണ്ടോ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് തളിപ്പറമ്പിലേക്ക് പോയി തങ്ങളെ നേരിട്ട് കണ്ടു. തങ്ങളുടെ കൂടെ വക്കീലിന്റെ വീട്ടിൽ ചെന്ന് വക്കീലിനെ കണ്ടു. വക്കീലിനെ ഇരുത്തിയിട്ട് തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം പത്രത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്, കാരണം ഒരു അമുസ്ലിമിനെ കുറിച്ച് എഴുതുന്നത്, ഇതൊരു വലിയ വിഷയമാണ്. നാളെ കേസോ അതുപോലെ തന്നെ പ്രതിബന്ധമോ വന്നാലോ മറുപക്ഷം പൊക്കിപ്പിടിച്ചാലോ വിഷയമാകില്ലേ? അതുകൊണ്ട് തന്നെ ചോദിച്ചിട്ട് എഴുതാൻ പറ്റും. വക്കീലിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇരുത്തിയിട്ട് തങ്ങൾ പറഞ്ഞു, ഇയാൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം, അതിന് വന്നതാണ്. അപ്പൊ വക്കീൽ എന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ട്, ഇയാൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ. അപ്പൊ ഞാൻ സുന്നില്ല എന്നുള്ള തോന്നല വക്കീൽ അറിയാം. അദ്ദേഹം വളരെ വിശദമായി ആ കാര്യം പറഞ്ഞു തന്നു എന്ന് മാത്രമല്ല കൃത്യമായി അത് രേഖപ്പെടുത്താനും പറഞ്ഞു. പത്രത്തിൽ കൊടുത്തു, പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. ആരും ഒരു എതിർപ്പ് അന്നും ഇന്നും പറഞ്ഞിട്ടില്ല. ഒരു അമുസ്ലിമായ വക്കീലിന് പോലും സമസ്ത ഒരു പ്രതിസന്ധിയിൽ വന്നപ്പോ തന്റെ ഒരു സ്ഥാപനം അതിന്റെ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ അവസരം കൊടുത്ത ആ മഹാനായ മനുഷ്യൻ ബരക്കൽ തങ്ങളുടെ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുവെങ്കിൽ അവിടെയാണ് സമത്വം നിൽക്കേണ്ടത് എന്നും കൂടി നിങ്ങൾ പഠിപ്പിക്കണം. അതും കൂടി നിങ്ങൾ പഠിപ്പിക്കണം. സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുകൊണ്ട് സമത്വയിലേക്ക് സമൂഹത്തെ നയിക്കണം. നിങ്ങൾ കേവലം കൈമടക്കുകൾ മാത്രം നോക്കിക്കൊണ്ട്, സൗകര്യങ്ങൾ നോക്കിക്കൊണ്ട് ചാഞ്ഞും ചെരിഞ്ഞു നിൽക്കാതെ നേർരേഖയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾ നടപ്പാക്കണം. സത്യസരണിയിൽ തന്നെ നിൽക്കണം. നിങ്ങൾ ആ സത്യത്തിലേക്ക് തന്നെ ജനങ്ങളെ ക്ഷണിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് നമ്മുടെ നേതാക്കന്മാരുടെ കരുത്ത്. അതാണ് നമ്മുടെ നേതാക്കന്മാർ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ കഴിവ്. ഇവിടെ പഠിപ്പിച്ചിരുന്ന ഉസ്താദ് ഉണ്ടായിരുന്നില്ലേ, ഉളവണ്ണ ഉസ്താദ്? അദ്ദേഹം തന്റെ ജീവിത കഥ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. റൂമിൽ ഇരുന്നു കൊണ്ട് തന്റെ വിഷമത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം എന്താണ് തന്റെ ഉസ്താദുമാരും ഷെയ്ഖുമാരും ഇതൊന്നും കാണുന്നില്ലേ എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്ന് വിളിച്ചു, ഷെയ്ഖുന ശംസുർമ വിളിക്കുന്നുണ്ട്. ഷെയ്ഖുനാൻ റൂമിലേക്കാണ് ചെന്നു. എന്താണ് നിനക്ക് ഇത്ര വിഷമെന്നാ ചോദിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ റൂമിൽ നിന്നുകൊണ്ട് ചിന്തിച്ചത് ഇവിടെ അറിഞ്ഞു. അതെങ്ങനെയാ? അങ്ങനത്തെ ഒരു മനുഷ്യൻ നമുക്ക് നേതൃത്വം കൊടുത്തിരുന്നു. അതാണ് ഇമാമുൽ ഉമ്മ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്. ആ മഹാനുഭാവന്റെ പാദസ്പർശമേറ്റ മണ്ണിലാ നമ്മൾ. അവരുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരൊക്കെ ഈ സമൂഹത്തിന് നൽകിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം അപ്പടി സമൂഹത്തിന് കൊടുക്കാൻ എന്റെ യുവ പണ്ഡിതന്മാർ ശ്രമിക്കണമെന്നും നമ്മുടെ 90-ാം വാർഷികത്തിന്റെ വിജയം നിങ്ങളെ കൈകളിലാണ് അതിന്റെ ഒരു ഭാഗമെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഇനി ദീർഘിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കാലിക സാഹചര്യങ്ങളെ ശരിക്കൊപ്പിയെടുത്തുകൊണ്ട് സമൂഹത്തെ പ്രബോധനം ചെയ്യാൻ കെൽപ്പുള്ള പണ്ഡിതരായി നമ്മുടെ ഈ മഹാപണ്ഡിതന്മാരെ അള്ളാഹു മാറ്റുമാറാവട്ടെ എന്ന ഹൃദയ നിർഭരമായ പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഈ ജാമിയ ദാറുസ്സലാമിന്റെ സമ്മേളനം വിജയിപ്പിക്കാൻ ആരൊക്കെ പരിശ്രമിച്ചുവോ അള്ളാഹുവേ അവർക്കൊക്കെ ദീനീ ദഅവത്തിന്റെ പ്രതിഫലം നൽകണേ തമ്പുരാനെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.